അല്ലാഹുവിനോട് പ്രാർത്ഥിക്കാനാണ് അല്ലാഹു പറയുന്നത്. ഉദൂനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് ദുആ ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് തരാമെന്നാണ് അല്ലാഹു പറയുന്നത്. അല്ലാഹുവിനോട് ചോദിക്കണം, ചോദിച്ചാലേ തരുള്ളൂ, വെറുതെ കേട്ട് അല്ലാഹു തരൂല. അല്ലാഹുവിനോട് ചോദിച്ചാലാണ് അല്ലാഹു തരുന്നത്, ചോദിക്കാതെ അല്ലാഹു തരൂല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് ചെയ്യുന്ന അമലുകളെല്ലാം നാളേക്ക് വേണ്ടിയുള്ള എടുത്തുവെക്കലാണ്, കളക്ഷനാണ്. അൽ കയ്യിസു മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത്. ബുദ്ധിമാൻ എന്ന് പറയുന്നത് സ്വന്തം ശരീരത്തെ നിയന്ത്രിക്കുന്നവനാണ് ബുദ്ധിമാൻ. മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത്. നാളേക്ക് വേണ്ടി അമല് ചെയ്യുന്നവനാണ് ബുദ്ധിമാൻ. ശരീരത്തെ നിയന്ത്രിക്കാൻ കഴിയുന്നവനാണ് ബുദ്ധിമാൻ. വൽആജിസു മൻ നത്ബഅ നഫ്സഹു ഹവാഹാ. സ്വന്തം ശരീരത്തെ നിയന്ത്രിക്കാൻ കഴിയാത്തവനാണ് വിഡ്ഢി. സ്കൂളിലൊക്കെ പോയാൽ, കലാലയങ്ങളിൽ പോയാൽ, ക്യാമ്പസുകളിൽ പോയാൽ പ്രസന്റ് എങ്ങനെ ആസ്വദിക്കാമെന്നാണ് അവർ പഠിപ്പിച്ചു തരാ. നിന്റെ പ്രസന്റ് നീ എങ്ങനെയാണ് ആസ്വദിക്കുക, അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. ഇന്നത്തെ കാര്യം നീ ആസ്വദിക്ക്, നാളത്തെ കുറിച്ച് നീ ചിന്തിക്കേണ്ട. ആ ഒരു മോട്ടോയാണ് നമ്മുടെ കലാലയങ്ങളിൽ. ആ സന്തോഷങ്ങൾക്ക് തടസ്സമാകുന്ന മാതാപിതാക്കളുമായി ബന്ധം വിച്ഛേദിച്ചേക്ക്. ആ സന്തോഷത്തിന് വിഘാതമാകുന്ന ഉമ്മയോ ഉപ്പയോ നാട്ടുകാരോ സഹോദരങ്ങളുമായിട്ടോ നിനക്ക് ബന്ധം വേണ്ട എന്നൊരു മെസ്സേജാണ് പുതിയ തലമുറയിലേക്ക് കടന്നു വരുന്നത്. അങ്ങനെയാണ്. അതുകൊണ്ടാണ് എന്റെ ശരീരം അതെന്റെ ഇഷ്ടമാണെന്ന് പെൺകുട്ടികൾ പറയാൻ തുടങ്ങിയത്. എന്റെ വസ്ത്രം അതെന്റെ ചോയ്സാണ്, എന്റെ ശരീരം എന്റെ ചോയ്സാണ്, എന്റെ പാർട്ട്ണർ അതെന്റെ ചോയ്സാണ്, അങ്ങനെ പറയാൻ തുടങ്ങി. മാതാപിതാക്കളോട് മക്കൾ പറയാൻ തുടങ്ങി, ഞാനല്ലേ കല്യാണം കഴിക്കുന്നത്, അതെന്റെ ഇഷ്ടമല്ലേ, നിങ്ങൾ എന്തിനാണ് അതിൽ ഇടപെടുന്നത് എന്ന് ചോദിക്കാൻ തുടങ്ങി നമ്മുടെ മക്കൾ. മൈ ചോയ്സ്. അപ്പൊ എന്റെ സന്തോഷത്തിന് വിഘാതമായി നിൽക്കുന്ന ആളുകളായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കുക. പ്രിയപ്പെട്ടവരെ, ആ ബന്ധം തകരുമ്പോഴാണ് അധാർമികതകൾ നമ്മുടെ നാട്ടിൽ വളരുന്നത്. ഉപ്പയും ഉമ്മയും ഭാര്യയും ഭർത്താവും മക്കളും തമ്മിലൊരു ബന്ധമുണ്ട്. ഈ ബന്ധത്തെയാണ് നമ്മൾ കുടുംബ ബന്ധം എന്ന് പറയുന്നത്. ഈ കുടുംബ ബന്ധമാണ് നമ്മുടെ നാട്ടിൽ നന്മ നിലനിൽക്കാനുള്ള കാരണം. നമ്മളെല്ലാവരും ഒരു പരിധിവരെ തെറ്റിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള കാരണം ഇങ്ങനെ ഒരു കുടുംബ ബന്ധം നമ്മൾക്കുണ്ട് എന്നതാണ്. ഉപ്പയുണ്ട്, ഉപ്പറിഞ്ഞാലോ ഉമ്മറിഞ്ഞാലോ, ഭാര്യ അറിഞ്ഞാലോ, ഭർത്താവ് അറിഞ്ഞാലോ, മക്കൾ അറിഞ്ഞാലോ, ഇതാ നമ്മുടെ തെറ്റിൽ നിന്ന് എപ്പോഴും പിടിച്ചു നിർത്തുന്നത്. അതൊരു ലോക്കാണ്. ഈ ലോക്ക് തകർക്കലാണ് ലിബറലിസ്റ്റുകളും ഫെമിനിസ്റ്റുകളും സോഷ്യലിസ്റ്റുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ലോക്ക് പൊട്ടിക്കാനാണ്. ഈ ലോക്ക് പൊട്ടിക്കരുത് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഈ ലോക്ക് നിങ്ങൾ പൊട്ടിക്കാൻ പാടില്ല. ഈ ബന്ധത്തെ നിങ്ങൾ മുറിച്ചാൽ അവരെ അള്ളാഹു ശപിച്ചിരിക്കുന്നു എന്നാ പറയുന്നത്. ഈ ലോക്ക് പൊട്ടിക്കുന്ന ആളുകളെ അള്ളാഹു ശപിച്ചിരിക്കുന്നു എന്നാ പറഞ്ഞത്. അള്ളാഹുവിന്റെ ശാപം അവരിലുണ്ടാകുമെന്നാ പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് യൂറോപ്യൻ പാശ്ചാത്യൻ രാജ്യങ്ങളിലുള്ളതുപോലെയുള്ള തോന്നിവാസങ്ങളും അനാചാരങ്ങളൊക്കെ നമ്മുടെ നാട്ടിലേക്ക് കടന്നു വരാത്തത്? ഒരു പരിധിവരെ ഈ ഒരു ബന്ധം നിലനിൽക്കുന്നു എന്ന കാരണത്താലാണ്. എന്നാൽ അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളിൽ ഒരു 100 വർഷം മുമ്പ് വരെ 95% ആളുകളും കല്യാണം കഴിയുന്നതിന് മുമ്പ് അവിഹിത ബന്ധമില്ലാത്തവരായിരുന്നു. ഒരു 100 വർഷം മുമ്പ് വരെ 95% ആളുകളും കല്യാണത്തിന് മുമ്പ് അവിഹിത ബന്ധത്തിൽ ഏർപ്പെടാത്ത ആളുകളായിരുന്നു. എന്നാൽ ഇന്ന് 95% ആളുകളും കല്യാണത്തിന് മുമ്പ് സെക്ഷുവൽ ഇന്റർകോഴ്സ് ചെയ്യുന്ന ആളുകളാണ്, അവിഹിത ബന്ധങ്ങളിൽ ഏർപ്പെടുന്നവരാണ്. അതിൽ ചില ആളുകൾക്ക് കല്യാണം കഴിയുന്നു, അല്ലാത്തവർ ലിവിംഗ് ടുഗദറിലൂടെ അവരുടെ ബന്ധം അവസാനിക്കുന്നു. അങ്ങനെ ഫാദർലെസ് അമേരിക്ക എന്ന് പറയുന്നത് പോലെ പിതാവില്ലാത്ത മക്കൾ അവിടെ ജനിക്കുന്നു. സ്വാഭാവികമായി പിതാവില്ലാത്ത ഒരു കുഞ്ഞ് ജനിച്ചാൽ ആ കുഞ്ഞിന് പിന്നെ ആരോടാണ് കമ്മിറ്റ്മെന്റ് ഉള്ളത്? ഉപ്പയില്ലെങ്കിൽ പിന്നെ ആരോടാണ് നമ്മുടെ മക്കൾക്ക് കമ്മിറ്റ്മെന്റ് ഉണ്ടാവുക? എന്ത് തെറ്റു ചെയ്യാനാണ് നമ്മൾക്ക് മടിയുണ്ടാവുക? ചോദിക്കാൻ പിതാവില്ല. പള്ളിയിൽ വന്നാലും മദ്രസയിൽ വന്നാലും സ്കൂളിൽ വന്നാലും ക്യാമ്പസുകളിൽ വന്നാലും
ചോദിക്കാൻ ആളില്ലെങ്കിൽ സ്വാഭാവികമായി ചെറുപ്പത്തിലെ നമ്മുടെ മക്കൾ തോന്നിവാസികളായി മാറും. ഇന്ന് നമ്മുടെ മക്കൾ ഒരു 15 വയസ്സുവരെ പേടിച്ച് ജീവിക്കുന്നത് ഉപ്പ എന്നൊരു ബന്ധമുള്ളത് കൊണ്ടാണ്, ഉപ്പയെ പേടിയുള്ളത് കൊണ്ടാണ്. എപ്പോഴാണ് തെറ്റുകൾ ചെയ്യാൻ തുടങ്ങുന്നത്? ഉപ്പയോടുള്ള ഭയം നഷ്ടപ്പെടുമ്പോഴാണ് നമ്മുടെ മക്കൾ തെറ്റുകാരാവാൻ തുടങ്ങുന്നത്. തിന്മകളിലേക്ക് നമ്മുടെ മക്കൾ കാലെടുത്ത് വെക്കുന്നത് ഉപ്പയോടുള്ള ഭയം നഷ്ടപ്പെടുമ്പോഴാണ്. അല്ലെങ്കിൽ ഉപ്പയുണ്ടെങ്കിൽ രഹസ്യമായി തെറ്റ് ചെയ്തേക്കാം, പരസ്യമായി ചെയ്യൂല. ഉപ്പ എന്നുള്ളൊരു ഭയം അവർക്ക് നഷ്ടപ്പെട്ടാൽ അവർ പരസ്യമായി തെറ്റ് ചെയ്യാൻ തുടങ്ങും. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ ഹബീബും മഹാന്മാരായ പണ്ഡിതന്മാരിലൂടെ ഇസ്ലാമിക ലോകത്ത് കല്യാണം കഴിക്കുമ്പോൾ തറവാട് നോക്കണം എന്ന് പറയുന്നത്. തറവാട് നോക്കണം, കുടുംബം നോക്കണം എന്ന് പറയുന്നത്. എപ്പോഴും കുടുംബം എന്നുള്ളതൊരു ലോക്കാണ് പ്രിയപ്പെട്ടവരെ. ത്വലാഖ് ചെല്ലാനാണെങ്കിൽ വരെ കല്യാണം കഴിഞ്ഞ് കുടുംബബന്ധം ഒരു നിലക്കും ഒത്തുപോകുന്നില്ലെങ്കിലും നല്ല കുടുംബക്കാരാണെങ്കിൽ ത്വലാഖ് ചെല്ലാതെ പരിഹരിക്കാനാണ് അവർ തീരുമാനിക്കുക. അറിഞ്ഞാ മോശമാണ്, വലിയ കുടുംബക്കാരാ, അവർ ത്വലാഖ് ചെല്ലി എന്ന് പറഞ്ഞ നാട്ടിലൊരു മോശമാണ്, അതുകൊണ്ട് എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാം. എന്നാൽ ഒരു കുടുംബവുമില്ലാത്തവർ, കുടുംബത്തോടൊരു ബന്ധം പോലും ഇല്ലാത്തവർ, കുടുംബവുമായി അറ്റാച്ച്മെന്റ് ഇല്ലാത്ത, തീരെ തറവാടിത്തമില്ലാത്ത കുടുംബമാണെങ്കിൽ അവർക്ക് ത്വലാഖ് വിഷയമല്ല. അവർ പുഷ്പം പോലെ ത്വലാഖിന് തയ്യാറാവും. ഈ ത്വലാഖ് എന്ന് പറയുന്നത് നമ്മുടെ ഫ്ലൈറ്റിലുള്ള എമർജൻസി എക്സിറ്റ് പോലെയാണ്. ത്വലാഖ് എന്നുള്ളത് ഫ്ലൈറ്റിൽ എമർജൻസി എക്സിറ്റ് ഉണ്ട്. അതെന്തിനാ ഉപയോഗിക്കുക? ഏറ്റവും അവസാന ഘട്ടത്തിലാണ് അത് ഉപയോഗിക്കുക. നമ്മൾ ഫ്ലൈറ്റിൽ കയറിയാൽ എയർ ഹോസ്റ്റസ് നമ്മളോട് പറഞ്ഞുതരും. ഉദാഹരണം, വയസ്സായ, ബലഹീനരായ, ഡിസേബിൾഡ് ആയ ആളുകളൊക്കെ, ഹാൻഡിക്യാപ്ഡ് ആയ ആളുകളൊക്കെ ഈ എമർജൻസി എക്സിറ്റിന്റെ അടുത്ത് ഇരിക്കാൻ അവർ സമ്മതിക്കൂല. ഇന്നലെ എന്നോട് സീറ്റ് മാറാൻ പറഞ്ഞു. 4F, എന്റെ സീറ്റ് 4F ആയിരുന്നു. അപ്പൊ അവര് പറഞ്ഞു, നിങ്ങൾക്ക് 2F മാറ്റുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോ എന്ന് വെച്ചു. ഞാൻ എന്താ കുഴപ്പമെന്ന് വെച്ചു. അപ്പൊ അവര് പറഞ്ഞു, 4F എന്നുള്ളത് ബാക്ക് സീറ്റാണ്, 2F എന്നുള്ളത് എമർജൻസി എക്സിറ്റിന്റെ അടുത്തുള്ള സീറ്റാണ്. അവിടെ ഉള്ളത് വയസ്സായ ഒരു മനുഷ്യനാണ്. എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചാൽ ആ എമർജൻസി ഡോർ തുറക്കാൻ അവർക്ക് കഴിയില്ല, അതുകൊണ്ട് നിങ്ങൾ അങ്ങോട്ടേക്ക് മാറ്റിക്കൂടെ എന്ന് വെച്ചു. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. എന്നിട്ട് അവര് ഫ്ലൈറ്റ് കയറിയ ഉടനെ ആദ്യം തരുന്ന നിർദ്ദേശം എന്താ? ഇവിടെ ഫ്ലൈറ്റ് യാത്ര ചെയ്യുന്ന സമയത്ത് ടെർബുലൻസ് ഉണ്ടാകും, ഫ്ലൈറ്റിന് കുലുക്കമുണ്ടാവും, ഫ്ലൈറ്റിന് ചെറിയൊരു ചലനങ്ങൾ ഉണ്ടാകും, ഫ്ലൈറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങും. ഈ സമയത്തൊന്നും ഇത് തുറന്നേക്കരുതേ. ഫ്ലൈറ്റിൽ ചിലപ്പോൾ നിങ്ങൾ പുക കണ്ടേക്കാം, തുറന്നേക്കരുത്. ഫ്ലൈറ്റിൽ ചിലപ്പോൾ എന്തെങ്കിലും അപകടങ്ങൾ നിങ്ങൾ കണ്ടേക്കാം, തുറന്നേക്കരുത്. നിങ്ങൾ എപ്പോഴാ തുറക്കേണ്ടത്? പൈലറ്റിന്റെ ഓർഡർ വരും, വാക്കേറ്റ് എന്ന് പറഞ്ഞിട്ട് പൈലറ്റ് ഓർഡർ ചെയ്യും, അപ്പോഴല്ലാതെ നിങ്ങൾ തുറക്കരുത് എന്ന് പറയും. അഥവാ എന്ത് അപകടം സംഭവിച്ചാലും അവസാനത്തെ വഴിയാണ് എമർജൻസി എക്സിറ്റ് എന്നുള്ളത്, അപ്പോഴേ തുറക്കാൻ പാടുള്ളൂ. അതേപോലെയാണ് നമ്മുടെ ത്വലാഖ് എന്ന് പറയുന്നത്. ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും, ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും, സൗന്ദര്യപ്പിണക്കം ഉണ്ടാകും. ആ സമയത്തൊക്കെ നേരെ ത്വലാഖിലേക്ക് പോകലല്ല, ഇതിനൊരുപാട് പരിഹാരമുണ്ട്. ആദ്യം 2 പേര് സംസാരിച്ചു തീർക്കാൻ പറ്റുമോ എന്ന് നോക്കണം. അത് കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ വീട്ടുകാരിരുന്ന് സംസാരിച്ചു നോക്കണം. അതും കഴിഞ്ഞില്ലെങ്കിൽ ഭാര്യ വീട്ടുകാരുടെ കൂടെ ഇരുന്ന് നോക്കണം. അതും കഴിഞ്ഞില്ലെങ്കിൽ കുടുംബത്തിൽ എന്തെങ്കിലും ചർച്ചകൾക്ക് പോകുന്ന ആളുകളുമായിരിക്കണം. അതും കഴിഞ്ഞില്ലെങ്കിൽ പള്ളി കമ്മിറ്റിയുമായി, ഉസ്താദുമാരുമായി സംസാരിക്കണം. ഒരു വഴിയിലും മുന്നോട്ട് പോകുന്നില്ല എന്ന് തോന്നുമ്പോൾ അവസാനമായിട്ടാണ് പ്രിയപ്പെട്ടവരെ ത്വലാഖിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടത്. ത്വലാഖ് വ്യാപകമാകുമ്പോൾ ഉപ്പയില്ലാത്ത ഒരുപാട് മക്കൾ ഇവിടെ വർദ്ധിക്കും. ഉപ്പയില്ലാത്ത, പിതാവില്ലാത്ത മക്കൾ വർദ്ധിക്കും. സ്വാഭാവികമായി അവരിൽ നിന്നാണ് അക്രമവാസനയുണ്ടാവുക. ഉപ്പയുടെ സ്നേഹം കിട്ടാതെ വളർന്നവർ, എപ്പോഴും കുടുംബ ബന്ധത്തിൽ അടിപിടിയുമായി വളർന്നിട്ട് അവസാനം ഉപ്പ ഇട്ടേച്ചു പോയവർ, ഉമ്മ ഇട്ടേച്ചു പോയവർ, കുടുംബത്തിൽ ഒരു പിതാവിന്റെ സാന്നിധ്യം ലഭിക്കാത്തവർ, എന്നെ ആരും ശ്രദ്ധിക്കുന്നില്ല എന്ന് തോന്നുന്നവർ, എന്നെ ആരും പരിഗണിക്കുന്നില്ല എന്ന് തോന്നുന്നവരാണ് അക്രമങ്ങളിലൂടെ ആളുകളെ ശ്രദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കുടുംബ ബന്ധമാണ് നമ്മുടെ മക്കളെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വഴി എന്ന് പറയുന്നത്. നല്ല കുടുംബ ബന്ധം മുന്നോട്ട് നയിക്കുക എന്നുള്ളതാണ്. ഭാര്യയുടെയും ഭർത്താവിന്റെയും ഇടയിൽ, മാതാപിതാക്കളുടെയും മക്കളുടെയും ഇടയിൽ നല്ല ബന്ധമുണ്ടാകുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ മക്കൾ നന്നായി വരുന്നത്. അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് കോളേജുകളിൽ നിന്നും ക്യാമ്പസുകളിൽ നിന്നും കിട്ടുന്ന മെസ്സേജാണ്, മാതാപിതാക്കളുമായുള്ള ബന്ധം നീ വിച്ഛേദിക്കണമെന്ന്. അവരവരുടെ സുഖത്തിന് വേണ്ടി,
അവരവരുടെ സൗകര്യത്തിന് വേണ്ടി അവരവരുടെ ആഗ്രഹത്തിന് വേണ്ടി ഒരുമിച്ച് കൂടിയപ്പോ നീ ഉണ്ടായി എന്നല്ലാതെ നിനക്ക് എന്ത് ബന്ധമാണ് എന്ന ചോദ്യം ചോദിക്കാൻ തുടങ്ങി. എന്നാൽ പരിശുദ്ധ ഇസ്ലാം പറയുന്നത് അങ്ങനെ ചോദിച്ച് കുടുംബങ്ങളുമായി ബന്ധം വിച്ഛേദിക്കുന്ന ആളുകളെ അല്ലാഹു ശപിച്ചിരിക്കുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ. ഉലൈകല്ലദീന ലഅനഹുമുല്ലാഹ്, അല്ലാഹു ശപിച്ച വിഭാഗമാണവർ. അവരുടെ കൂടെ നടക്കാൻ പാടില്ല, അവരുടെ കൂടെ ഇരിക്കാൻ പാടില്ല, അവരുടെ കൂടെ ഭക്ഷണം കഴിക്കാൻ പാടില്ല. അവരിയ്ക്കുന്ന സദസ്സിലേക്ക് അല്ലാഹുവിന്റെ മാലാക്കമാര് പോലും കടന്നു വരൂല. അവര് ദുആ ചെയ്താൽ അല്ലാഹു അവരുടെ പ്രാർത്ഥന സ്വീകരിക്കുക പോലുമില്ല. ആര്? കുടുംബക്കാരുമായി തെറ്റി നിൽക്കുന്ന ആളുകള്, കുടുംബക്കാരുമായി ബന്ധം വിച്ഛേദിച്ചു നിൽക്കുന്ന ആളുകള്, മാതാപിതാക്കളെ വെറുപ്പിക്കുന്ന ആളുകള്. പ്രിയപ്പെട്ടവരെ, ഇത് തമാശയില്ല, വളരെ ഗൗരവമുള്ള കാര്യമാണ്, വളരെ ഗൗരവമുള്ള കാര്യമാണ്. അതുകൊണ്ട് എപ്പോഴും കുടുംബ ബന്ധത്തിന് നമ്മൾ പ്രാധാന്യം നൽകുക. ചെറുപ്പത്തിലെ നമ്മുടെ മക്കളെ കുടുംബവുമായി നല്ല അറ്റാച്ച്മെന്റ് ഉള്ള ആളുകളാക്കണം. അളാപ്പയെ പരിചയപ്പെടുത്തണം, മുത്താപ്പയെ പരിചയപ്പെടുത്തണം, കുഞ്ഞമ്മമാരെ, അമ്മായിമ്മമാരെ, കസിൻ ബ്രദേഴ്സിനെ ഇടയ്ക്കിടെ അവരുടെ വീട്ടിലേക്ക് നമ്മൾ പോകണം, അവരുടെ വീട്ടിലേക്ക് മക്കളെ കൊണ്ടുപോകണം. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുടുംബ ബന്ധം നമ്മൾ കാത്തു സൂക്ഷിച്ചാൽ മക്കളെ ഒരുവിധം തെമ്മാടിത്തരങ്ങളിൽ നിന്ന്, തോന്നിവാസങ്ങളിൽ നിന്ന് നിയന്ത്രിക്കാൻ നമ്മൾക്ക് കഴിയും. ഇതൊരു ലോക്കാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹുവിനെ നമ്മൾ പേടിച്ചില്ലെങ്കിലും ഒരുപക്ഷെ നമ്മൾ നമ്മുടെ മാതാപിതാക്കളെ പേടിക്കും. രഹസ്യമായ സമയങ്ങളിൽ ഒറ്റയ്ക്കിരിക്കുമ്പോൾ നമ്മൾ അല്ലാഹുവിനെ പേടിച്ചു കൊള്ളണമെന്നില്ല. ആരും കാണാതെ, ആരും അറിയാതെ ഒറ്റപ്പെട്ടിരിക്കുന്ന സ്ഥലം ആരും കാണൂല എന്നറിഞ്ഞാൽ തെറ്റു ചെയ്യാത്ത ആളുകൾ ആരാണ്? അവരെ കുറിച്ചാണ് അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞത്, യജഅലുഹുല്ലാഹു ഹബാഅൻ മൻഫൂറാ. അവരുടെ എല്ലാ നന്മകളെയും അല്ലാഹു തആല ധൂളികളാക്കി, പൊടിപടലങ്ങളാക്കി വലിച്ചെറിയുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആളുകളുടെ മുമ്പിൽ മാന്യന്മാരാണ്, എന്നാൽ ഒറ്റയ്ക്കിരിക്കുമ്പോൾ തോന്നിവാസങ്ങൾ ചെയ്യുന്നവര്, അവരുടെ എല്ലാ അമലുകളെയും അല്ലാഹു പൊടിപടലങ്ങളായി വലിച്ചെറിയുമെന്നാ പറഞ്ഞത്. അല്ലാഹു അവരുടെ അമലുകൾ സ്വീകരിക്കൂല എന്നാ പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ പരസ്യവും നമ്മുടെ രഹസ്യവും ഒരുപോലെ നന്നാക്കാൻ നമ്മൾ ശ്രമിക്കുക. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. അപ്പൊ ഈ ഒരു ബന്ധമാണ് എപ്പോഴും നമ്മുടെ സമൂഹത്തിൽ നന്മ നിലനിർത്താൻ കാരണമാവുക. ഈ ബന്ധം തകർന്നാലോ, ഭാര്യയുമായിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റും നമ്മുടെ ഭർത്താക്കന്മാർക്ക് ഇല്ലെങ്കിലോ, ഭർത്താവുമായിട്ടൊരു അറ്റാച്ച്മെന്റും ഭാര്യമാർക്ക് ഇല്ലെങ്കിലോ, മാതാപിതാക്കൾ എന്നെ ശ്രദ്ധിക്കണ്ട എന്ന ഒരു തോന്നൽ നമ്മുടെ മക്കൾക്ക് ഉണ്ടായാലോ, എന്നെ ആരും ശ്രദ്ധിക്കണ്ട, നല്ല ജീനും ടീഷർട്ടൊക്കെ ഇട്ടിട്ട് ഒരു പെൺകുട്ടി പുറത്തിറങ്ങാണ്, തലയൊന്നും മറക്കാതെ. ഉമ്മ ചോദിച്ചു, എങ്ങോട്ടടി? ഞാൻ പുറത്തു പോകണം. എന്താ എന്റെ ഡ്രസ്സ് നോക്കുമ്പോ, ഇത് എന്റെ പേഴ്സണൽ കാര്യമാണ്, എന്റെ പ്രൈവസി നിങ്ങൾ ഇടപെടണ്ട, നിങ്ങളുടെ കാര്യം നോക്കിയാൽ മതി എന്നൊരു പെണ്ണ് പറഞ്ഞാലോ, ഒരു പെണ്ണ് പറഞ്ഞാലോ, ഉമ്മ ഇടപെടാൻ കഴിയുമോ? ഉമ്മ ഇടപെടാൻ കഴിയുമോ? ഇവള് കാമുകന്മാരുടെ കൂടെ വന്ന് വീട്ടിലിറങ്ങാൻ, എന്താണ് അങ്ങനെ ഇറങ്ങുന്നതെന്ന് ചോദിച്ചാല് ഇത് എന്റെ പേഴ്സണൽ കാര്യമാണ്, നിങ്ങൾ ആരെ ഇടപെടാന്ന് ചോദിച്ചാൽ ഉമ്മമാർക്ക് മറുപടി ഉണ്ടോ? ഇവിടെയാണ് അധാർമികത വളരുക. ഈ ഒരു അധാർമികത വളർത്താനാണ് നമ്മുടെ സാമൂഹികമായ ചുറ്റുപാടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകളും ക്ലാസ്സുകളൊക്കെ. ഇതുപോലെയുള്ള അധാർമികതകൾ വളർത്താനാണ്. ഹോമോസെക്ഷുവാലിറ്റി, LGBTQ, ഇതൊക്കെ വളർത്തണം. സുവർഗരതി, സുവർഗ വിവാഹം, ഇതൊക്കെ നടക്കണം. ഇതിനു വേണ്ടിയുള്ള പ്രോത്സാഹനങ്ങൾ സ്കൂളിന്റെ സിലബസിൽ വരെ കുത്തിച്ചേർക്കാൻ, സ്കൂളിന്റെ സിലബസുകളിൽ വരെ ഇത്തരം ആശയങ്ങൾ കുത്തിച്ചേർക്കാൻ, നമ്മൾ അറിയാതെ നമ്മുടെ മക്കളിൽ ഇൻജക്ട് ചെയ്യാൻ ഇതുപോലെയുള്ള ആശയങ്ങൾ. ഇതൊക്കെ തിരിച്ചറിയാൻ നമ്മൾക്ക് ഒരല്പമെങ്കിലും കാഴ്ചപ്പാടും ദീർഘദൃഷ്ടിയുള്ള ആളുകളായി നമ്മുടെ മാറണം. അല്ലാഹു നമ്മൾക്ക് ബോധം നൽകട്ടെ. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വരുന്നത്, ബുദ്ധിമാനാരാണ്? സ്വന്തം ശരീരത്തെ നിയന്ത്രിക്കുന്നവനാണ് ബുദ്ധിമാൻ. മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത്. സ്വന്തം ശരീരത്തെ നിയന്ത്രിക്കുന്നവൻ ബുദ്ധിമാനാണ്. തെറ്റ് ചെയ്യാൻ മനസ്സ് പറയുമ്പോ ഏത് ചെയ്താൽ നാളെ പണി കിട്ടും, അവനാണ് ബുദ്ധിമാൻ. അതല്ലാതെ എന്തു ചെയ്യാൻ പറഞ്ഞാലും ശരീരത്തിന്റെ വികാരങ്ങൾ പൂർണ്ണമായി ചെയ്തു തീർക്കുന്നവൻ വിഡ്ഢിയാണ് എന്നാണ് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ എന്റെ പ്രിയപ്പെട്ടവരെ,
നമ്മൾ നമ്മുടെ സോഷ്യൽ മീഡിയകളിലൊക്കെ പോസ്റ്റ് ചെയ്യാറുള്ള ഫോട്ടോകള്, റീലുകള്, വീഡിയോകള് നാളെ നമ്മൾ മരിച്ച് ഖബറിൽ കിടക്കുമ്പോ നമ്മൾക്ക് ഉപകാരമുള്ള വീഡിയോകളാണോ അതല്ല ഉപദ്രവമുള്ള വീഡിയോകളാണോ എന്ന് ആലോചിക്കണം. എന്റെ ശബ്ദം ശപിക്കുന്നവരിൽ ആൺകുട്ടികളുണ്ട്, പെൺകുട്ടികളുണ്ട്, ചെറുപ്പക്കാരുണ്ട്, ചെറുപ്പക്കാരികളുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ എല്ലാവർക്കും അക്കൗണ്ടുകളുണ്ട്. എന്നാൽ ഇന്ന് നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന ഒരു വീഡിയോ നാളെ നമ്മൾ മരിച്ച് ഖബറിൽ കിടക്കുമ്പോ ഖബറിൽ ഉപദ്രവമാണോ, ഖബറിൽ നമ്മൾക്ക് ശിക്ഷ ലഭിക്കാൻ കാരണമാകുമോ എന്ന് ഓരോ ആളുകളും ആലോചിക്കണം. അതാണ് ബുദ്ധി എന്ന് പറയുന്നത്. ഒരു പെൺകുട്ടി ലൈക്ക് കിട്ടാനും ഫോളോവേഴ്സ് ഉണ്ടാവാനും ഒരുപാട് വ്യൂവേഴ്സ് ഉണ്ടാവാനും വൈറലാവാനൊക്കെ വേണ്ടി അല്ലാഹുവിന്റെ ദീൻ പറഞ്ഞതിന് വിപരീതമായി തലമറക്കാതെ, ശരീരത്തിന്റെ ഔറത്ത് മറക്കാതെ പാട്ടുപാടുന്നതോ അഭിനയിക്കുന്നതോ അല്ലെങ്കിൽ സൗന്ദര്യം പ്രകടിപ്പിക്കുന്നതോ ആയ വീഡിയോ ഒരു ചെറുപ്പക്കാരോ ഒരു ചെറുപ്പക്കാരിയോ ഇൻസ്റ്റാഗ്രാം പോലെയുള്ള പൊതു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ അപ്ലോഡ് ചെയ്തിട്ട് എങ്ങാനും പെട്ടെന്നൊരു മരണം അവരെ, അല്ലാഹുവിന്റെ മരണം അവരെ മാടി വിളിക്കുകയാണെങ്കിൽ നാളെ ഖബറിൽ കിടക്കുമ്പോൾ അവളുടെ അക്കൗണ്ടിലുള്ള വീഡിയോകൾ എത്ര ആളുകളാ കാണുക? അവന്റെ അക്കൗണ്ടിലുള്ള ഹറാമായ വീഡിയോകൾ എത്ര ആളുകളാ കാണുക? മുൻകർ നകീർ കടന്നു വന്നിട്ട് മർറബ്ബുക വമാ ദീനുക, പ്രിയപ്പെട്ടവരെ എന്ന ചോദ്യം നമ്മളോട് ചോദിക്കുമ്പോ ഓരോ സമയത്തും നമ്മൾ ഉണ്ടാക്കി വെച്ച ഹറാമായ വീഡിയോ കാരണം ഓരോ ആളുകൾ ഹറാമ് കാണുമ്പോ അതിന്റെ ശിക്ഷ നമ്മുടെ ഖബറിടത്തിലേക്ക് കടന്നു വരുമെന്നല്ലേ ഹദീസുകൾ പഠിപ്പിക്കുന്നത്. അതാണ് പറയുന്നത് മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത്, എന്ത് ചെയ്യുമ്പോഴും എന്റെ ഖബറിൽ അത് ഉപകരിക്കുമോ എന്ന് ചിന്തിക്കുന്നവരാണ് ബുദ്ധിമാൻ എന്ന് പറയുന്നത്. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടുകൊള്ളണമെന്നില്ല. ഇതുപോലെയുള്ള വഅലിന്റെ താഴെ എത്രയോ സ്വതന്ത്ര ചിന്താഗതിക്കാർ കമന്റുകളുമായി കടന്നു വരും. ഒരുപാട് യുക്തിവാദികൾ കമന്റുമായി കടന്നു വരും. പ്രിയപ്പെട്ടവരെ, അത്തരം കമന്റുകൾക്ക് പുല്ലുവില കൽപ്പിക്കാനാണ് തീരുമാനം. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ ദീൻ പറയുന്നതല്ലേ നമ്മൾ ചെയ്യേണ്ടത്. പ്രിയപ്പെട്ട സഹോദരിമാരോട് പ്രത്യേകിച്ച് പറയുകയാണ്, എന്ത് വീഡിയോകൾ നിങ്ങൾ പോസ്റ്റ് ചെയ്യുമ്പോഴും ഏത് ഫോട്ടോകൾ പോസ്റ്റ് ചെയ്യുമ്പോഴും ഒരൊറ്റൊരു കാര്യമാണ് ചിന്തിക്കേണ്ടത്. മരണം എന്നെ മാടി വിളിച്ചാൽ, മരണം എന്നെ പിടികൂടിയാൽ, എന്നെ പോലെ 18കാരിയായ 20കാരിയായ 22കാരിയായ എത്ര ചെറുപ്പക്കാരികളാണ് ചെറിയ ചെറിയ അസുഖം വന്ന് മരിച്ചുപോയത്. അതേപോലെ ഞാനും മരിച്ചുപോയാൽ ഞാൻ പോസ്റ്റ് ചെയ്ത വീഡിയോകൾ എന്റെ ഖബറിടത്തിലേക്ക് ഉപകരിക്കുമോ ഇല്ലേ എന്ന ചിന്തയാണ് എപ്പോഴും നമ്മെ അലട്ടേണ്ടത്. അതാണ് ആദ്യമായി ഞാൻ ഓതിവെച്ച ആയത്തിന്റെ അർത്ഥം. അങ്ങനെയാണ്, വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ വത്തഖുല്ലാഹ്, വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ വത്തഖുല്ലാഹ്. ഓരോ ആളുകളും പ്രിയപ്പെട്ടവരെ ആലോചിച്ചോളൂ. ഓരോ ആളുകളും ഓരോ മനുഷ്യന്മാരും നാളേക്ക് വേണ്ടി ഞാൻ എന്താണ് എടുത്തു വെച്ചത് എന്ന് ചിന്തിക്കണമെന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മോട് ആവശ്യപ്പെടുന്നത്. നമ്മളെങ്ങനെ ചിന്തിക്കുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? നാളേക്ക് വേണ്ടി എന്താ നമ്മൾ എടുത്തു വെച്ചത്? ഒരുപാട് നിസ്കാരം നമ്മുടെ കൈകളിലുണ്ടോ? നോമ്പുകളുണ്ടോ? ദിക്റുകളുണ്ടോ? ഒന്നും നമ്മുടെ കയ്യിലില്ലല്ലോ. അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സമാധാനമുണ്ടാവാൻ അയാൾ ദിക്റിലൂടെ ജീവിക്കണമെന്നാ പറഞ്ഞത്. എപ്പോഴും ദിക്ർ ചൊല്ലിക്കൊണ്ടേയിരിക്കണമെന്നാണ്. ലാ യസാലു ലിസാനുക റതുബൻ ബിദിക്രില്ലാഹ്. നമ്മുടെ നാവുകൾ ദിക്ർ ചൊല്ലി നനഞ്ഞുകൊണ്ടേയിരിക്കണമെന്ന് അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ ദിക്ർ എന്ന് പറഞ്ഞാൽ എന്താണ്? രാവിലെ ഉണരുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചൊരു ദിക്റുണ്ട്. രാവിലെ എണീക്കുമ്പോൾ ഒരു ദിക്റുണ്ട്. അത് കഴിഞ്ഞ് വാഷ്റൂമിൽ പോകുമ്പോ, തിരിച്ചു വരുമ്പോ, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ, വീട് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോ, വാഹനത്തിൽ കയറുമ്പോ, ഭക്ഷണം കഴിക്കുമ്പോ, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ ഓരോ സ്ഥലങ്ങളിലും ദിക്ർ ചൊല്ലാൻ അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ നമ്മോട് പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ദിക്റുകളെങ്കിലും നമ്മുടെ ജീവിതത്തിൽ പതിവാക്കിയാൽ അല്ലാഹു നമ്മൾക്ക് സമാധാനം തരും. കല്യാണം കഴിഞ്ഞോ? ദാമ്പത്യ ജീവിതത്തിൽ സമാധാനമുള്ള എത്ര ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് അല്ലേ? കല്യാണം കഴിഞ്ഞിട്ട് ആരാണ് സമാധാനമുണ്ട് എന്ന് പറയുന്നവരാരാ? ആർക്കാണ് സമാധാനമുള്ളത് കല്യാണം കഴിഞ്ഞിട്ട്? പെണ്ണിനുമില്ല, ആണിനുമില്ല സമാധാനം. എന്തുകൊണ്ടാണ് കല്യാണം കഴിഞ്ഞ് സമാധാനം കിട്ടാതെ പോകുന്നത്? വെറുതെയല്ല പ്രിയപ്പെട്ടവരെ.
അല്ലാഹു തആല മഹാനായ ആദം നബി അലൈഹിസ്സലാമിനെ സ്വർഗ്ഗത്തിൽ സൃഷ്ടിച്ചപ്പോ ഏകാന്തനായിരിക്കുന്ന ആദം നബി അലൈഹിസ്സലാമിന് എന്തോ ഒരു ലോൺലിനെസ് ഫീൽ ചെയ്യുകയാണ്, ഏകാന്തത ഫീൽ ചെയ്യുകയാണ്. ഏകാന്തതയുടെ ആ ഒരു വിഷമം കാരണം ആദം നബി അലൈഹിസ്സലാം വിഷമിച്ചിരിക്കുമ്പോഴാണ് അല്ലാഹു തആല ആദം നബി അലൈഹിസ്സലാമിനെ വളരെ മനോഹരമായ രീതിയിൽ നല്ലൊരു ഉറക്കം നൽകി അനുഗ്രഹിക്കുന്നത്. അങ്ങനെ ഉറങ്ങിക്കിടക്കുമ്പോഴാണ് ആദം നബി അലൈഹിസ്സലാമിന്റെ ഏറ്റവും താഴെ തട്ടിലുള്ള വാരിയൽ എടുത്തുകൊണ്ട് അതിൽ നിന്ന് മഹദിയായ ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹയെ ഉണ്ടാക്കുന്നത്, ജനിപ്പിക്കുന്നത്, സൃഷ്ടിക്കുന്നത്. ആ സമയത്ത് ആദം നബി അലൈഹിസ്സലാം ഉറങ്ങുകയാണ്. ഉറക്കത്തിൽ നിന്നുണരുമ്പോ ഒരു പെണ്ണിനെ കാണുന്നു തന്റെ തൊട്ടടുത്തിരിക്കുന്നത്. അപ്പോഴാണ് അല്ലാഹു മഹാനായ ആദം നബി അലൈഹിസ്സലാം ചോദിക്കുന്നത്, മൻ അൻതി, നിങ്ങളാരാ? ഉറങ്ങുന്നത് വരെ ഇവിടെ ഒരാളില്ലല്ലോ, ഇപ്പൊ നിങ്ങൾ ആരാ? മൻ അൻതി, നിങ്ങൾ ആരാണ്? അപ്പോഴാണ് മഹദിയായ ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നത്, ഇംറഅതു, ഞാനൊരു പെണ്ണാണ്. ലിമ ഖുലിഖതി, എന്തിനാണ് അല്ലാഹു തആല നിന്നെ സൃഷ്ടിച്ചത് എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്താണ് മഹദിയായ ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നത്, നിങ്ങൾക്ക് സമാധാനം തരാനാണ് എന്നെ അല്ലാഹു സൃഷ്ടിക്കുന്നത്. നിങ്ങൾക്ക് സമാധാനം തരാനാണ്, നിങ്ങൾക്ക് സന്തോഷം തരാനാണ്, നിങ്ങളുടെ ഏകാന്തത മാറ്റി നിങ്ങൾക്ക് ഒരു ടൈം പാസ് നൽകാനാണ് അല്ലാഹു എന്നെ സൃഷ്ടിച്ചത് എന്ന് മഹദിയായ ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹ ആദം നബി അലൈഹിസ്സലാമിനോട് പറയുന്നുണ്ട്. അപ്പൊ ഒരു ഇണയെ അല്ലാഹു സൃഷ്ടിക്കുന്നത്, ഒരു പെണ്ണിനെ അല്ലാഹു സൃഷ്ടിക്കുന്നത് ആണിന് സമാധാനം നൽകാനാണ്. ഒരു ആണിനെ അല്ലാഹു സൃഷ്ടിക്കുന്നത് ഒരു പെണ്ണിന് സമാധാനം നൽകാനാണ്. രണ്ടുപേരും സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കാനാണ് അല്ലാഹു തആല കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞത്. പക്ഷെ എത്ര പേരുടെ കല്യാണത്തിൽ സന്തോഷമുണ്ട്, എത്ര ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷമുണ്ട്, എത്ര ത്വലാഖുകൾ വർദ്ധിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. ഡിവോഴ്സ് റേറ്റ് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്താണ് കാരണം? സമാധാനം നഷ്ടപ്പെടുന്നു എന്നതാ കാരണം. എന്തുകൊണ്ടാണ് കല്യാണം കഴിക്കാൻ ചെറുപ്പക്കാരും പെൺകുട്ടികളൊക്കെ മടിച്ചു നിൽക്കുന്നത്? 22 വയസ്സായാലും പെൺകുട്ടികൾക്ക് കല്യാണം വേണ്ട, 28 വയസ്സായാലും ആൺകുട്ടികൾക്കും കല്യാണം വേണ്ട. എന്തുകൊണ്ട്? കല്യാണത്തോട് തന്നെ ആളുകൾക്ക് മടുപ്പ് തോന്നാനുള്ള കാരണം, കല്യാണം കഴിഞ്ഞവരുടെ ദുരനുഭവങ്ങൾ കേൾക്കുമ്പോ കല്യാണം തന്നെ വേണ്ട എന്ന ചിന്തയിലാണ് പല ആളുകളും. ഇങ്ങനെ കല്യാണം കഴിക്കാനല്ല ഇസ്ലാം പറഞ്ഞത്. വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജാ വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജാ ലിതസ്കുനൂ ഇലൈഹാ. അല്ലാഹു തആല നിങ്ങൾക്കൊരു ഇണയെ തന്നത് എന്തിനാണെന്നറിയോ? നിങ്ങൾക്ക് സമാധാനം കിട്ടാനാണ്. ലിതസ്കുനൂ ഇലൈഹാ, ആ പെണ്ണിന് നിങ്ങളിൽ നിന്ന് സമാധാനം കിട്ടണം. അതേപോലെ നിങ്ങൾക്കും പെണ്ണിൽ നിന്ന് സമാധാനം കിട്ടണം. ഇതിനു വേണ്ടിയാണ് അല്ലാഹു തആല കല്യാണം കഴിക്കാൻ പറഞ്ഞത്. കല്യാണം എന്നുള്ളത് അല്ലാഹുവിന്റെ വിസ്മയങ്ങളിൽപ്പെട്ട ഒരു വിസ്മയമാണ്, അത്ഭുതങ്ങളിൽപ്പെട്ട ഒരു അത്ഭുതമാണ്. ഇത്രയൊക്കെ മനോഹരമായ രീതിയിൽ കല്യാണത്തെ പരിചയപ്പെടുത്തിയിട്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ കല്യാണത്തിന്റെ അവസ്ഥ എന്താണ്? കല്യാണം കഴിക്കുന്ന സമയത്ത് ഓരോ ഉപ്പമാരും കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുക്കനോട്, ചെറുപ്പക്കാരനോട്, ഭർത്താവിനോട്, മരുമകനോട് പറയാറുള്ളത് എന്താണ്? ഉസവ്വിജുക അലാ മാ അമറല്ലാഹു തആല മിൻ ഇംസാകിൻ ബിമഅറൂഫിൻ ഔ തസ്രീഹിൻ ബിഇഹ്സാൻ. ഞാൻ നിനക്ക് എന്റെ മകളെ കല്യാണം കഴിപ്പിച്ചു തരികയാണ്. ആരാ പറയുന്നത്? പിതാവ് പറയാണ്. പിതാവിന്റെ കത്തളങ്ങളിൽ വിഷമമുണ്ട്. 10-18 വർഷക്കാലം പോറ്റു വളർത്തിയ, തന്റെ കരളിന്റെ കഷ്ണം പോലെ പോറ്റു വളർത്തിയ തന്റെ പൊന്നാര മകളെ ഒരു പരിചയമില്ലാത്ത ചെറുപ്പക്കാരന്റെ കൂടെ പറഞ്ഞേക്കുമ്പോ ആ ചെറുപ്പക്കാരനെ എങ്ങനെ എന്റെ പെണ്ണിനെ നോക്കുമെന്നറിയില്ല. എന്നിട്ട് പോലും തന്റെ സങ്കടങ്ങളും തന്റെ വിഷമങ്ങളും തന്റെ നൊമ്പരങ്ങളും ഉള്ളിലൊതുക്കിക്കൊണ്ട് ഭർത്താവിന്റെ മുഖം പോലും നോക്കാനുള്ള വിഷമം കൊണ്ട് താഴോട്ട് നോക്കിക്കൊണ്ടൊരു പിതാവ് തന്റെ മകളെ കൈമാറുന്ന രംഗമോർക്കുന്നുണ്ടോ? അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരമാണ് മോനെ ഞാൻ എന്റെ മകളെ നിനക്ക് നൽകുന്നത്. എന്താണ് അല്ലാഹുവിന്റെ കൽപ്പന? മിൻ ഇംസാകിൻ ബിമഅറൂഫിൻ, വളരെ മനോഹരമായ രീതിയിൽ, വളരെ സന്തോഷത്തോടെ, സമാധാനത്തോടെ നല്ല കുടുംബജീവിതം നയിക്കണം എന്റെ മകളുടെ കൂടെ. അതിന് നിനക്ക് കഴിവില്ലെങ്കിലോ ഔ തസ്രീഹിൻ ബിഇഹ്സാൻ,
നിനക്ക് കഴിയില്ല എങ്കിൽ മാന്യമായ രീതിയിൽ നീ ത്വലാഖ് ചെല്ലണം, മാന്യമായ രീതിയിൽ ഡിവോഴ്സ് ചെയ്യണം. കല്യാണം കഴിച്ച് ഭാര്യയെ പീഡിപ്പിക്കാൻ വേണ്ടി ത്വലാഖ് ചെല്ലാതെ വേറെ കല്യാണം കഴിക്കുന്ന ആളുകളുണ്ട്. എന്തൊരു ക്രൂരതയാണത്! ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കൂല, ഭാര്യയെ തീരെ പരിഗണിക്കൂല, ഭാര്യയെ ത്വലാഖ് ചൊല്ലുക പോലും ചെയ്യാതെ ഭാര്യയോടുള്ള വാശി കാരണത്താൽ, ഭാര്യയോടുള്ള വൈരാഗ്യം കാരണത്താൽ വേറൊരു കല്യാണം കഴിച്ച് കുടുംബജീവിതം നയിക്കുന്ന ആളുകള്. എന്നാൽ പ്രിയപ്പെട്ടവരെ, അയാൾക്ക് ആദ്യത്തെ ഭാര്യയെ ത്വലാഖ് ചൊല്ലിയാൽ ആ ഭാര്യയ്ക്ക് വേറൊരു കല്യാണം കഴിച്ചുകൂടെ? അങ്ങനെ കല്യാണം പോലും കഴിക്കാൻ അനുവദിക്കാതെ വളരെ ക്രൂരമായ മനസ്സിന്റെ ഉടമകൾ എത്രയോ ആളുകൾ നമ്മുടെ നാട്ടിലൊക്കെയുണ്ട്. വളരെ മോശമാണത്. അല്ലാഹു തആല വെറുതെ വിടുമെന്നൊരാളും വിചാരിക്കേണ്ട. പാവപ്പെട്ട പെണ്ണിന്റെ കണ്ണുനീര് കുടിച്ചുകൊണ്ട് വളരെ സന്തോഷത്തോടെ വേറൊരു കുടുംബജീവിതം നയിക്കാൻ നീ തയ്യാറായാൽ ആ കണ്ണുനീര് നിന്റെ ജീവിതത്തിൽ അനുഭവിക്കാതെ ഒരു കാരണവശാലും നിനക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന് വിചാരിക്കണ്ട. ആർക്കും കഴിയില്ല. എത്ര കാലം, കുറച്ചു കാലൊക്കെ നീ വൈരാഗ്യവും വാശിയും കൊണ്ടൊക്കെ മുന്നോട്ട് പോയി എന്ന് വരാം. അല്ലാഹു അത് തിരിച്ചു തരിക തന്നെ ചെയ്യും. ഒരാളുടെ കണ്ണുനീരിനും വിലയില്ലാതെ ഈ ഭൂമി ഒരു ദിവസം പോലും കഴിഞ്ഞു പോകൂല. ഒരാളുടെ കണ്ണുനീരിന് പോലും വിലയില്ലാതെ ഒരു ദിവസം പോലും ഈ ഭൂമി കഴിഞ്ഞു പോകൂല എന്ന് മനസ്സിലാക്കണം. അക്രമിയുടെ പ്രാർത്ഥന അല്ലാഹു തള്ളിക്കളയൂല എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. വിഷമം അനുഭവിച്ച ആളുകള്, മാനസികമായി പീഡിപ്പിക്കപ്പെട്ട ആളുകള്, ശാരീരികമായി പീഡിപ്പിക്കപ്പെട്ട ആളുകള്, പ്രിയപ്പെട്ടവരെ, അവരുടെ പ്രാർത്ഥന അല്ലാഹു ഒരിക്കലും തള്ളിക്കളയൂല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അങ്ങനെ നിരന്തരമായി നീ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പെണ്ണ് അല്ലാഹുവിനോട് നിരന്തരമായി ദുആ ചെയ്താൽ, അല്ലാഹുവിനോട് നിരന്തരമായി പ്രാർത്ഥിച്ചാൽ നിന്റെ ഭാവി ജീവിതം തന്നെ വലിയൊരു തടസ്സമായി മുന്നോട്ട് പോകാൻ കഴിയാതെ വളരെ പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് ഇത്തരം ആളുകളോട് സാന്ദർഭികമായി ഉണർത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരാളെയും മാനസികമായി പ്രയാസപ്പെടുത്താൻ നമ്മൾ തയ്യാറാവരുത്. എല്ലാവരും സന്തോഷത്തോടെ ജീവിക്കട്ടെ. ഔ തസ്രീഹിം ബിഇഹ്സാൻ. നിനക്കൊരാളെ പറ്റുന്നില്ല, മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല എങ്കിൽ വളരെ മാന്യമായി ത്വലാഖ് ചെല്ലണമെന്നുള്ള ഉടമ്പടിയോടെയാണ് ഓരോ പിതാവും നമ്മുടെ മകളെ കല്യാണം കഴിപ്പിച്ചു തരുന്നത്. എന്നിട്ട് ആരാ വളരെ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നത്? ആരാണ് സമാധാനത്തോടു കൂടിയുള്ള ജീവിതം നയിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇങ്ങനെ നമ്മുടെ ദാമ്പത്യ ജീവിതത്തിലൊക്കെ വിള്ളലുണ്ടാകുന്നത്? വെറുതെയല്ല. നമ്മുടെ തുടക്കം തന്നെ മോശമാകുന്നത് കൊണ്ടാണ്. നമ്മുടെ തുടക്കം തന്നെ മോശമാകുന്നത് കൊണ്ടാണ്. ആർഭാടപൂർവമായ ഹറാമായ പ്രവർത്തനങ്ങൾ കൊണ്ട് തുടങ്ങുന്ന ഏതെങ്കിലും ഒരു കാര്യത്തിൽ അല്ലാഹു ബറക്കത്ത് നൽകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറയുന്നുണ്ട്, കുല്ലു ഷൈഇൻ ദീബാലിൻ ലം യുബദഅ ബിസ്മില്ലാഹി ഫഹുവ അബ്തർ. പ്രിയപ്പെട്ടവരെ, ഇന്ന് വൈകുന്നേരം ഒരു നിക്കാഹ് ഉണ്ടായിരുന്നു. ആ നിക്കാഹിന്റെ മുമ്പ് ഒരു 10 മിനിറ്റ് പ്രസംഗിക്കാനുണ്ടായിരുന്നു. ആ പ്രസംഗത്തിൽ ഞാൻ അവരോട് പറഞ്ഞത് 3 പോയിന്റാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. കൂടുതലായിട്ടൊന്നും പറയാനില്ല. 10 മിനിറ്റ് കൊണ്ട് അവിടെ 3 വിഷയമേ ഞാൻ സൂചിപ്പിച്ചിട്ടുള്ളൂ. എല്ലാവരും ഒരുമിച്ച് കൂടുന്ന സദസ്സാണത്. ചെറുപ്പക്കാർ ണ്ട്, വയസ്സന്മാരുണ്ട്, കുട്ടികളുണ്ട്, കല്യാണ പ്രായമായവരുണ്ട്, ഉപ്പമാരുണ്ട്. അങ്ങനെ എല്ലാവരും ഒരുമിച്ച് കൂടുന്ന സദസ്സിൽ വളരെ പ്രധാനപ്പെട്ട 3 വിഷയങ്ങളാണ് അവിടെ ഉദ്ധരിച്ചത്. ഏതൊക്കെയെന്നറിയോ? ഒന്നാമത്തേത്, വളരെ പെട്ടെന്ന് കല്യാണം കഴിക്കുക എന്നുള്ളത്. കല്യാണം കഴിയാതെ അലവലാദികളെ പോലെ അലഞ്ഞു തിരിയുന്ന ആളുകളായി നമ്മൾ മാറരുത്. 22 വയസ്സ് കഴിഞ്ഞിട്ടും കല്യാണം കഴിക്കാതെ ബാച്ചലറായി ജീവിക്കുക എന്നുള്ളത് പിശാചിന്റെ കൂട്ടുകാരാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. അവര് പിശാചിന്റെ കൂട്ടുകാരാണ്. 22 വയസ്സ് കഴിഞ്ഞിട്ടും കല്യാണം കഴിക്കാതെ ബാച്ചലറായി നടക്കുന്ന ആളുകൾ പിശാചിന്റെ കൂട്ടുകാരാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. അൻത ഇദം മിൻ ഇഖ്വാനിശ് ശൈത്വാൻ. പ്രായപൂർത്തി എത്തിയിട്ടുണ്ട്, കല്യാണം കഴിക്കാനുള്ള പ്രായമായിട്ടുണ്ട്, മഹർ കൊടുക്കാനുള്ള സാമ്പത്തിക ശേഷിയുണ്ട്, എന്നിട്ടും കല്യാണം കഴിക്കാതെ അലവലാദികളായി അലഞ്ഞു തിരിഞ്ഞ് ബാച്ചുലറായി നടക്കുന്ന ഓരോ ആളുകളോടും അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറയുന്ന മറുപടിയാണിത്. അൻത ഇദം മിൻ ഇഖ്വാനിശ് ശൈത്വാൻ. പിശാചിന്റെ ശത്രു, പിശാചിന്റെ സുഹൃത്തുക്കളാണ് നീ. എന്തുകൊണ്ടെന്നറിയോ? അല്ലാഹു തആല എന്തിനാണ് വേഗം കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞത്? എന്തിനാണ് അല്ലാഹു വേഗം കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞത്? യാ മഅശറശ് ശബാബ്,
ഓ ചെറുപ്പക്കാരാ, എന്താണ് ചെറുപ്പക്കാരന്റെ പ്രായം എന്നു മുതലാ ആരംഭിക്കുന്നത്? 15 വയസ്സിന്റെ മുകളിലുള്ളവർ ചെറുപ്പക്കാരാണ്. 15 വയസ്സ് കഴിഞ്ഞാൽ ചെറുപ്പക്കാരാണ്. ആർക്കെങ്കിലും നിഷേധിക്കാൻ കഴിയോ? 15 വയസ്സ് കഴിഞ്ഞാൽ 40 വയസ്സ് വരെ ചെറുപ്പക്കാരാണ്. അപ്പൊ 15 വയസ്സ് മുതലുള്ള ചെറുപ്പക്കാരെ അള്ളാഹു വിളിക്കുന്നുണ്ട്, യാ മഅശറ ശബാബ്, ഓ ചെറുപ്പക്കാരാ, മനിസ്തതാ മിൻകുമുൽ ബാഅ, ചെലവ് കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ, മഹർ കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഫല്ലതസവ്വജ്, ഉടനെ തന്നെ നിങ്ങൾ വിവാഹം ചെയ്യണം. കല്യാണം കഴിക്കാതെ വായ നോക്കി നടക്കരുത്. കല്യാണം കഴിക്കാതെ പ്രേമിച്ച് നടക്കരുത്. കല്യാണം നടക്കാതെ അവിഹിത ബന്ധങ്ങളിൽ ഏർപ്പെട്ട് നടക്കരുത്. അങ്ങനെ നിങ്ങൾ വളരെ നേരത്തെ കല്യാണം കഴിച്ചാൽ ഫഇന്നഹു അഗദ്ദു ലിൽ ബസ്വരി, നിങ്ങളുടെ കണ്ണുകളെ ഹറാമിൽ നിന്ന് നിയന്ത്രിക്കാൻ കഴിയുമെന്ന്, കണ്ണുകളെ ഹറാമിൽ നിന്ന് നിയന്ത്രിക്കാൻ കഴിയുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ആരാ ഇത് പറയുന്നത്? വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങള് അല്ലാഹു പറയാൻ പറഞ്ഞതല്ലാതെ ഒന്നും സംസാരിച്ചിട്ടേ ഇല്ല. നബി തങ്ങൾ നമ്മളോട് പറഞ്ഞത്, നബി തങ്ങൾ ഹദീസായി പറഞ്ഞത്, നബി തങ്ങൾ നമ്മളോട് ചർച്ച ചെയ്തത് എല്ലാം അല്ലാഹു പറയാൻ പറഞ്ഞ വിഷയങ്ങളാണ്. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. എല്ലാം വഹ്യാണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ നാവിൻ തുമ്പിലൂടെ കടന്നു വന്ന വാക്കുകളൊക്കെ വഹ്യാണ്. അല്ലാഹു പറയാൻ പറഞ്ഞ വിഷയങ്ങളാണ്. ആ ഹബീബാണ് പറയുന്നത്, നിങ്ങൾ വളരെ നേരത്തെ കല്യാണം കഴിക്കണം. എന്തുകൊണ്ടെന്നറിയോ? ലിയഗുല്ല ബസ്വറ, നിങ്ങളുടെ കണ്ണുകളെ നിയന്ത്രിക്കാൻ. കണ്ണുകളാണ് എപ്പോഴും നമ്മെ വ്യഭിചാരത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. നമ്മുടെ കണ്ണുകളാണ്. നിങ്ങൾക്ക് കണ്ണുകളെ നിയന്ത്രിക്കാൻ കഴിയും. പിന്നെയോ യാ മഅശറ ശബാബ് മനിസ്തതാ മിൻകുമുൽ ബാഅ ഫല്ലതസവ്വജ് ഫഇന്നഹു അഗദ്ദു ലിൽ ബസ്വരി വഅഹ്സനു ലിൽ ഫർജി. ലൈംഗിക അവയവങ്ങളിലൂടെ അവിഹിത ബന്ധങ്ങളിൽ ഏർപ്പെടാതിരിക്കാൻ അതൊരു കാരണമാകും. ഏത് ബന്ധമാണെങ്കിലും ഹറാമായ രീതിയിൽ നമ്മുടെ ലൈംഗിക അവയവങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതിൽ നിന്ന് തടയാൻ നമ്മുടെ വിവാഹം നമ്മൾക്കൊരു സൂക്ഷ്മത നൽകുമെന്ന്, ഒരു ലോക്ക് നൽകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഞാൻ പറഞ്ഞില്ലേ, ബന്ധങ്ങളൊക്കെ ഒരു ലോക്കാണ് എന്നുള്ളത്. കല്യാണം ഒരു ലോക്കാണ് പ്രിയപ്പെട്ടവരെ. നമ്മുടെ കണ്ണുകൾക്കുള്ള ലോക്കാണത്. പഴയതുപോലെ ബസ് സ്റ്റാൻഡിൽ ഇരുന്നിട്ട് വായ നോക്കിയാൽ നാട്ടുകാര് പറയാൻ തുടങ്ങും, കല്യാണം കഴിഞ്ഞിട്ടും വായ നോക്കി നടക്കുകയാണോ എന്ന്. പഴയതുപോലെ പ്രേമിച്ചു നടന്നാൽ നാട്ടുകാര് പറയാൻ തുടങ്ങും, കല്യാണമൊക്കെ കഴിഞ്ഞ് കുട്ടികളൊക്കെ ആയില്ലേ, ഇപ്പോഴും നീ പ്രേമിച്ചു നടക്കുകയാണോ എന്ന്. ഇതൊരു ലോക്കാണ്. ആ ലോക്കാണ് അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങള് 22 വയസ്സാകുമ്പോ ചെറുപ്പക്കാരോട് കല്യാണം കഴിക്കാൻ പറയാനുള്ള കാരണം. എന്നാൽ കല്യാണം കഴിച്ചവരൊക്കെ കണ്ണുകളെ നിയന്ത്രിക്കുന്നു എന്ന അഭിപ്രായം എനിക്കില്ല. കല്യാണം കഴിച്ചവരൊക്കെ അവിഹിത ബന്ധങ്ങളിൽ ഏർപ്പെടുന്നില്ല എന്ന അഭിപ്രായവുമില്ല. എന്നാൽ 75% ഒരാൾ നന്നാകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. 100% നന്നാവുന്നല്ല, ഒരു 75% നന്നാവാൻ കഴിയും. 75% നന്നാവും. കല്യാണം കഴിഞ്ഞില്ലെങ്കിലുള്ള ചെറുപ്പക്കാരനും കല്യാണം കഴിഞ്ഞ ചെറുപ്പക്കാരനും രണ്ടാ. കല്യാണം കഴിയാത്ത ഒരാള് സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെട്ട ഒരു പെണ്ണിനെ കാണാൻ ഇവിടെ നിന്ന് തിരുവനന്തപുരം വരെ പോകാൻ തയ്യാറാകും. ഇന്നലെ ഞാൻ തിരുവനന്തപുരത്തായിരുന്നു. ഇവിടുന്ന് തിരുവനന്തപുരം വരെ പോകാൻ പ്രേമിച്ച പെണ്ണിനെ കാണാൻ. കല്യാണം കഴിഞ്ഞ ഒരാള് അങ്ങനെ റിസ്ക് ഒന്നും എടുക്കൂല. അതാണ് 75% നന്നാവെന്ന് പറഞ്ഞു. കല്യാണം കഴിയാത്തൊരു ചെറുപ്പക്കാരൻ ചിലപ്പോ പുറത്തിറങ്ങുന്നത് തന്നെ വായ നോക്കാൻ വേണ്ടി ആയിരിക്കും. എന്നാൽ കല്യാണം കഴിഞ്ഞാൽ വായ നോക്കാൻ വേണ്ടി പുറത്തിറങ്ങൂല, കണ്ടാ ചിലപ്പോ നോക്കിയത്. ആണ് 75% നന്നായി എന്ന് പറഞ്ഞത്. എന്നാൽ ബാക്കി ഒരു 25% ഉണ്ട്. അത് ഭാര്യയിലൂടെ, ഭർത്താവിലൂടെ നന്നാവേണ്ടതാണ്. നല്ല കുടുംബ ജീവിതത്തിലൂടെ നന്നാവേണ്ടതാണ്. കല്യാണം കഴിഞ്ഞ് സന്തോഷം നൽകുന്ന ഭാര്യയാണെങ്കിൽ, സന്തോഷം നൽകുന്ന ഭർത്താവാണെങ്കിൽ, ആ ഭാര്യയെ കുറിച്ചല്ലാതെ വേറെ ഒരാളെ കുറിച്ച് ചിന്തിക്കാൻ ഈ ഭർത്താവിന് കഴിയില്ല. ഈ ഭർത്താവിനെ കുറിച്ചല്ലാതെ വേറൊരാളെ കുറിച്ച് ചിന്തിക്കാൻ ഈ ഭാര്യയ്ക്കും കഴിയില്ല. നല്ലൊരു കുടുംബ ജീവിതം നയിച്ചാൽ പരാതികളില്ലാതെ, പരിഭവങ്ങളില്ലാതെ, കുറ്റം പറച്ചിലുകളില്ലാതെ, സംശയരോഗമില്ലാതെ ഭർത്താവിനെ തൃപ്തിപ്പെടുത്തണമെന്നുള്ള ചിന്തയോടെ ഭാര്യ ജീവിച്ചാൽ ആ ഭർത്താവിന് ഒരിക്കലും ഭാര്യയെ ചതിക്കാനോ പറ്റിക്കാനോ കഴിയില്ല. ഭാര്യയെ ചതിക്കാൻ കഴിയില്ല. ഭർത്താവിനെ തൃപ്തിപ്പെടുത്തണം എന്ന ചിന്തയോടൊരു പെണ്ണ് ജീവിച്ചാൽ. എന്നാൽ ഇന്നുള്ള ഭാര്യമാരൊക്കെ അങ്ങനെ ഒരു ചിന്ത അവർക്കില്ല. എങ്ങനെങ്കിലും ഭർത്താക്കന്മാരെ വെറുപ്പിക്കാന്ന് അവർ ചിന്തിക്കുന്നു.
ഒരാവശ്യമില്ലാതെ ചൊറിഞ്ഞുകൊണ്ട് പോവുക എന്നുള്ളതല്ലാതെ ഭർത്താവിനെ എങ്ങനെയെങ്കിലും റിസ്ക് എടുത്തിട്ട് സന്തോഷിപ്പിക്കുക എന്നുള്ള ചിന്തയൊന്നും പല ആളുകൾക്കും ഇല്ല. എന്നാൽ തിരിച്ചു അങ്ങനെ തന്നെ ആരും ആരെക്കാളും കേമെന്ന് പറയാനൊന്നുമില്ല. എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപോലെ. സ്വഭാവം വളരെ മോശമാണ് നമ്മുടേതൊക്കെ സ്വഭാവം വളരെ മോശം തന്നെയാണ്. മഹാനായ ഉമ്മു സുലൈം എന്ന് പറയുന്ന സ്വഹാബി വനിതയുടെ ചരിത്രം പഠിക്കണം. ഓരോ പെൺകുട്ടികളും കല്യാണം കഴിഞ്ഞ ഓരോ ഭാര്യമാരും ഉമ്മു സുലൈം എന്നവരുടെ ചരിത്രം പഠിക്കണം. എന്താ ഉമ്മു സുലൈം? അല്ലാഹുവിന്റെ ഹബീബ് സ്വർഗത്തിലേക്ക് പോകുമ്പോ ഉമ്മു സുലൈമിന്റെ കാൽപെരുമാറ്റം സ്വർഗത്തിൽ കാണാനിടയായി, കേൾക്കാനിടയായി. ഒരു ചെരുപ്പടി ശബ്ദം കേട്ടപ്പോ അല്ലാഹുവിന്റെ ഹബീബ് ചോദിച്ചു അതാരാണ് എന്ന്. അപ്പൊ മഹാന്മാരായ മലക്കുകൾ പറഞ്ഞത് ഉമ്മു സുലൈം എന്ന് പറയുന്ന പെണ്ണിന്റെ ചെരുപ്പടിയാണ്. എന്തേ അവര് സ്വർഗത്തിലെത്താൻ കാരണമെന്നറിയോ? ഭർത്താവിനെ തൃപ്തിപ്പെടുത്തുന്ന പെണ്ണായിരുന്നു. എന്ത് വിഷമമുണ്ടായാലും ഭർത്താവിനോട് എത്ര മോശമായി പെരുമാറിയാലും എന്റെ ജീവിതത്തിൽ ഭർത്താവിന് അനിഷ്ടകരമായ, ഭർത്താവിനെ വിഷമിപ്പിക്കുന്ന ഒരു സംഭവം പോലും, ഒരു വാക്ക് പോലും ഞാൻ പറയൂല എന്ന് പ്രതിജ്ഞയെടുത്ത പെണ്ണാണ് ഉമ്മു സുലൈം എന്നവർ. അതുകൊണ്ട് തന്നെ അല്ലാഹു ആ പെണ്ണിന് സ്വർഗം നൽകി എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. എന്താ കാരണം എന്നറിയോ? വളരെ വിദൂരത്ത് നിന്ന് യാത്ര ചെയ്ത് വരുന്ന മാസങ്ങൾ കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് കല്യാണം കഴിഞ്ഞ് പോകുമ്പോ ഒരു കുട്ടിയുണ്ട്. എന്നാൽ വളരെ വിദൂരത്ത് നിന്ന് മാസങ്ങളോളം ജോലിക്ക് വേണ്ടി പോയി യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുന്ന ഭർത്താവ് രാത്രി സമയത്താണ് വീട്ടിലേക്ക് കയറുന്നത്. സ്വാഭാവികമായി 2-3 മാസമൊക്കെ ഭാര്യയിൽ നിന്നകന്നു നിൽക്കുന്ന ഒരു ഭർത്താവ് വീട്ടിലേക്ക് എത്തുമ്പോൾ ആഗ്രഹിക്കുന്നത് നല്ല മനോഹരമായ സ്വാദിഷ്ടമായ ഭക്ഷണം, എന്നിട്ട് രാത്രി ഭാര്യയുടെ കൂടെ കിടപ്പറ ചെലവഴിക്കണമെന്നാണ് ആഗ്രഹിക്കുക. എന്നാൽ ദൗർഭാഗ്യവശാൽ അന്ന് ആ വീട്ടിലൊരു മരണം നടന്നുപോയിട്ടുണ്ട്. ആ വീട്ടിൽ ഉമ്മു സുലൈം എന്ന് പറയുന്ന ഈ പെണ്ണിന്റെ കുഞ്ഞ് മരിച്ചു പോയിട്ടുണ്ട്. അങ്ങനെ ആ ദിവസമാണ് വളരെ വിദൂരമായ സ്ഥലത്തു നിന്ന് തന്റെ ഭർത്താവ് യാത്ര ചെയ്തു വരുന്നത്. ഭർത്താവിനറിയില്ല കുഞ്ഞ് മരിച്ചത്. രാത്രി സമയം വീട്ടിലേക്ക് കയറി വന്നപ്പോ മഹദിയായ ഉമ്മു സുലൈം എന്നവരോട് ചോദിച്ചു, മക്കളൊക്കെ എന്ത് ചെയ്യുന്നു എന്ന്. മഹദി പറഞ്ഞു, മുമ്പത്തേതിനേക്കാളും വളരെ സമാധാനത്തോടെ, വളരെ സന്തോഷത്തോടെ മക്കളൊക്കെ കിടന്നുറങ്ങുന്നുണ്ട് എന്ന് പറഞ്ഞു. രാത്രിയായത് കാരണത്താൽ, നേരം വളരെ വൈകിയതിനാൽ അദ്ദേഹം വീട്ടിലേക്ക് വന്ന് കുളിച്ചു വൃത്തിയായി ഭക്ഷണം കഴിച്ച് ഭാര്യയുടെ കൂടെ കിടപ്പറ പങ്കിട്ടതിന് ശേഷം ഭാര്യ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. അല്ലാഹു തആല നമ്മൾക്കൊരു കുഞ്ഞിനെ കടമായിട്ടല്ലേ അല്ലാഹു തന്നത്, വായ്പയായിട്ടല്ലേ അല്ലാഹു നമ്മൾക്ക് നമ്മുടെ മക്കളെ തന്നത്? അതേ എന്ന് പറഞ്ഞു മഹാനായ ത്വൽഹ റളിയല്ലാഹു അൻഹു. എന്നിട്ട് ആ മഹദി ചോദിക്കുകയാണ്, അയൽവാസികൾ നമ്മൾക്കൊരു വസ്തു വായ്പ തന്നാൽ, കൈക്കോട്ടോ പിക്കാക്സോ വട്ടിയോ ഏതെങ്കിലും ഒന്ന് നമ്മുടെ അയൽവാസികൾ നമ്മൾക്ക് കടം തന്നാൽ അവരത് തിരിച്ചു ചോദിക്കുമ്പോൾ കൊടുക്കേണ്ടയോ? അപ്പോഴാണ് അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു പറയുന്നത്, ചോദിക്കുമ്പോൾ തിരിച്ചു കൊടുക്കണം. ഒരാൾ തിരിച്ചു കൊടുത്തില്ലെങ്കിൽ അയാൾ അക്രമിയാണ് എന്ന് അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോഴാണ് ഉമ്മു സുലൈം എന്ന് പറയുന്ന ഈ വനിത പറയുന്നത്, എന്നാൽ അല്ലാഹു തആല നമ്മൾക്ക് തന്ന കുഞ്ഞിനെ അല്ലാഹു തിരിച്ചു കൊണ്ടുപോയിട്ടുണ്ട്. ആ കുഞ്ഞിനെ ഞാൻ മറമാടിയിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ, ഒരു കുഞ്ഞ് മരിച്ചാൽ ഏത് മാതാവിനാണ് പിടിച്ചു നിൽക്കാൻ കഴിയുക? ഉപ്പമാരൊരു പക്ഷേ പിടിച്ചു നിന്നു എന്ന് വരാം. ഉപ്പമാരൊരു പക്ഷേ കണ്ണുനീർ തുള്ളികൾ പുറത്തു കാണിക്കാതെ എല്ലാം മനസ്സിന്റെ കത്തളങ്ങളിൽ ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് വേദനകളെല്ലാം കടിച്ചമർത്തി ആരോടും അറിയിക്കാതെ, പരിഭവം പറയാതെ, പരാതി പറയാതെ എല്ലാ വിഷമങ്ങളിലും ഉള്ളിലൊതുക്കി പിടിച്ചു നിന്നേക്കാം. എന്നാൽ ഉമ്മമാരവരറിയാതെ പൊട്ടിത്തെറിച്ചു പോകും. പ്രിയപ്പെട്ടവരെ, അവരുടെ കരച്ചിൽ അവർ നിർത്തൂല. അവരുടെ വിഷമങ്ങളും പരാതിയും പരിഭവങ്ങളും പറഞ്ഞ്, ആവലാദികളും വേവലാദികളും പറഞ്ഞ് വരുന്ന ആളുകളോടൊക്കെ വിഷമിച്ചിട്ട് തട്ടഹസിച്ച് കരയും നമ്മുടെ ഉമ്മമാർ. എന്നാൽ ഇവിടെ എന്താ സംഭവിച്ചതെന്നറിയോ? വളരെ വിദൂരത്ത് നിന്ന് വരുന്ന ഭർത്താവ് സ്വാഭാവികമായി ഭക്ഷണം കഴിക്കണമെന്ന് ആഗ്രഹിക്കൂലേ? അതുകൊണ്ട് തന്റെ മകൻ മരിച്ച എല്ലാ വിഷമവും കടിച്ചിറക്കിക്കൊണ്ട് ഒരു ഉമ്മ ഭക്ഷണം ഉണ്ടാക്കുകയാണ്. സ്വാദിഷ്ടമായ ഭക്ഷണം വളരെ മനോഹരമായി മണിയറ ഒരുക്കുകയാണ്. എന്നിട്ട് ഭർത്താവിന്റെ കൂടെ കിടപ്പറ പങ്കിട്ടതിന് ശേഷം, അഥവാ വീട്ടിലേക്ക് വന്ന ഭർത്താവ് ആഗ്രഹിക്കുന്ന ഭക്ഷണം കിട്ടി, വീട്ടിലേക്ക് വന്ന ഭർത്താവ് ആഗ്രഹിക്കുന്ന കിടപ്പറയും കിട്ടി. എന്നിട്ട് എല്ലാ സന്തോഷവും കഴിഞ്ഞതിന് ശേഷമാണ് പറയുന്നത്, നമ്മുടെ മകൻ
മകനെ അള്ളാഹു തിരിച്ചു കൊണ്ടുപോയിട്ടുണ്ട് എന്ന്. എന്തിനെന്നറിയോ? ഞാൻ എത്ര വിഷമിച്ചാലും, ഞാൻ എത്ര പ്രയാസപ്പെട്ടാലും എന്റെ ഭർത്താവിനൊരു വിഷമം ഉണ്ടാവരുത്. നിങ്ങൾ ആലോചിച്ചു നോക്ക്, 2 കൊല്ലം ഗൾഫിൽ നിന്നിട്ട് നാട്ടിലേക്ക് വരുന്ന ദിവസമാണ് വീട്ടിലാരെങ്കിലും മരിക്കുന്നതെങ്കിൽ വീട്ടിലേക്ക് വന്നിട്ട് മനോഹരമായ മട്ടൻ ബിരിയാണി കഴിക്കാൻ നമ്മൾക്ക് കഴിയുമോ? ചിക്കൻ ബിരിയാണി കഴിക്കാൻ നമ്മൾക്ക് കഴിയുമോ? വീട്ടിൽ ഉപ്പ മരിച്ചു, ഉമ്മ മരിച്ചു, മക്കൾ മരിച്ചു, സഹോദരങ്ങൾ മരിച്ചു, ആരെങ്കിലും ഒരാൾ നമ്മൾ ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വരുന്ന ദിവസം മരിച്ചു പോയാൽ വിഷമം കൊണ്ട് നമ്മൾക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയോ? കഴിയില്ലല്ലോ. എന്നാൽ ആ വിഷമം ഭർത്താവിനെ അറിയിക്കാതെ സന്തോഷത്തോടെ ഭക്ഷണം കഴിപ്പിച്ച ഭാര്യ, എന്നിട്ട് അതേ രാത്രി നമ്മുടെ മക്കളെ മരിച്ചുപോയ രാത്രി ഭാര്യയുടെ കൂടെ കിടപ്പറ പങ്കിടാൻ പ്രിയപ്പെട്ടവരെ നമ്മൾ തയ്യാറാകുമോ? നമ്മുടെ ഭാര്യ അതിന് തയ്യാറാകുമോ പ്രിയപ്പെട്ടവരെ? എന്നാൽ ഭർത്താവിന്റെ കൂടെ കിടപ്പറയും പങ്കിട്ടിട്ട് ഉമ്മു സുലൈം പറയാണ് നമ്മുടെ മകൻ മരിച്ചുപോയി എന്ന്. ഇവിടെ നിന്ന് പഠിക്കണം എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ, എങ്ങനെ ഭർത്താവിനെ തൃപ്തിപ്പെടുത്താൻ കഴിയും. ഇങ്ങനെ ഭർത്താവിനെ തൃപ്തിപ്പെടുത്തുന്ന ഒരു പെണ്ണാണെങ്കിൽ ഒരു ഭർത്താവും ആ പെണ്ണറിയാതെ കണ്ണുപോലും ഹറാമിലേക്ക് പോവില്ല. കണ്ണുപോലും ഞാൻ വേറൊരു പെണ്ണിനെ നോക്കുന്നത് പോലും എന്റെ ഭാര്യയെ വഞ്ചിക്കലാണെന്നൊരു തോന്നൽ ഒരു ഭർത്താവിനുണ്ടാകും. ഇങ്ങനെ സ്നേഹിക്കുന്നൊരു ഭാര്യ ഉണ്ടെങ്കിൽ, എന്നാൽ സ്വാഭാവികമായി സ്നേഹിക്കുന്നതിന് പകരം ഭർത്താവിനോടുള്ള പൊസസീവ്നെസ് കാരണത്താൽ, ഭർത്താവ് എന്റേതാണ് എന്ന തോന്നൽ കാരണത്താൽ ഭർത്താവിന് നിരന്തരമായി പരാതിയും പരിഭവങ്ങളും പറഞ്ഞ് വേദനിപ്പിക്കുന്ന ഒരു ഭാര്യയാണെങ്കിൽ, ഒരുപക്ഷെ നല്ല ഭർത്താക്കന്മാര് വരെ പ്രതികാരം കൊണ്ട് ഹറാമ് കണ്ടേക്കാം, ഹറാമ് ചെയ്തേക്കാം, അവരുടെ ഭാഗത്ത് നിന്ന് തെറ്റുകൾ വന്നേക്കാം. അതാ ഞാൻ പറഞ്ഞത്, കല്യാണം കഴിയലോടുകൂടി 75% ഒരാൾ നന്നാകുമെന്ന്. 25% മാറ്റമുണ്ടാവേണ്ടത് നല്ല കുടുംബജീവിതം നയിക്കലിലൂടെയാണ്. ഭർത്താവിനെ സ്നേഹിക്കുന്ന ഭാര്യ, ഭാര്യയെ സ്നേഹിക്കുന്ന ഭർത്താവ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പരാതിയോ പരിഭവങ്ങളോ പറയാതെ തെറ്റു കാണുമ്പോൾ മാപ്പ് നൽകാൻ കഴിയുന്ന ഭാര്യയും ഭർത്താവുമായി നമ്മൾ മാറണം. അങ്ങനെ ജീവിക്കുമ്പോൾ ഒരു ഭർത്താവും ഒരു ഭാര്യയും അവരറിയാതെ വഞ്ചിക്കാൻ അവർ തയ്യാറാവൂല. 3 പോയിന്റിൽ ഒന്നാമത്തേത് വളരെ നേരത്തെ വിവാഹം ചെയ്യുക എന്നുള്ളതാണ്. 18 വയസ്സായ ഒരു പെൺകുട്ടിയെ നമ്മൾ വിവാഹം നിക്കാഹ് ചെയ്തു കൊടുക്കുക. 22 വയസ്സായ ഒരു ചെറുപ്പക്കാരന് നിക്കാഹ് ചെയ്തു കൊടുക്കുക. എങ്കിൽ എത്രത്തോളം തെറ്റുകളിൽ നിന്ന് നമ്മുടെ നാടിനെ രക്ഷപ്പെടുത്താൻ കഴിയുന്നറിയാം. 22 വയസ്സിലൊക്കെ ചെറുപ്പക്കാര് കല്യാണം കഴിച്ചാൽ പള്ളിയോട് ബന്ധമുണ്ടാവും, വാലിനോട് ബന്ധമുണ്ടാവും, നിസ്കരിക്കാൻ വരും, വൈകുന്നേരം രാത്രികളിൽ വൈകി ഉറങ്ങുന്നത് അവർ അവസാനിപ്പിക്കും, വളരെ നേരത്തെ ഉറങ്ങാൻ തുടങ്ങും അവര്. പക്ഷെ എന്തുകൊണ്ടാണ് പാരന്റ്സ് അത് തയ്യാറാവാത്തത്? നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം? നിങ്ങളുടെ മക്കള് 18 വയസ്സിന് നിക്കാഹ് കഴിച്ചാൽ നിങ്ങൾക്ക് വല്ല ഇഷ്ടമുണ്ടോ? നിങ്ങൾക്ക് വല്ല ഇഷ്ടമുണ്ടോ? 22 വയസ്സിൽ നിങ്ങളുടെ മക്കൾ കല്യാണം കഴിച്ചാൽ നിങ്ങൾക്ക് വല്ല ഇഷ്ടമുണ്ടോ? ആൺകുട്ടികൾ കല്യാണം കഴിച്ചാൽ നിങ്ങൾക്ക് വല്ല ഇഷ്ടമുണ്ടോ? ഉമ്മമാർക്ക് ഉപ്പമാർക്ക് വല്ല ഇഷ്ടമുണ്ടോ? ദീൻ പറഞ്ഞ വിഷയത്, അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞ വിഷയത്, വേഗം കല്യാണം കഴിപ്പിച്ചു കൊടുക്കണം എന്നുള്ളത്. വേറെ ആരുമില്ല. ഈ കല്യാണം വൈകിയത് മുതലാണ് നമ്മുടെ നാട്ടിലൊക്കെ അധാർമികതകൾ വർദ്ധിക്കാൻ തുടങ്ങി, തോന്നിവാസങ്ങൾ വർദ്ധിക്കാൻ തുടങ്ങി. ഒന്നാമത്തെ വിഷയം നിക്കാഹാണ് ഞാൻ പറയുന്നത്. നിക്കാഹ് കഴിപ്പിച്ചു കൊടുക്കണം. നിക്കാഹ് കഴിപ്പിക്കുമ്പോൾ, അഥവാ 18 വയസ്സുള്ളൊരു കുട്ടി നിക്കാഹ് ചെയ്യുമ്പോൾ ആ കുട്ടി പഠിക്കുന്ന പ്രായമാണ്. ആ കുട്ടിയുടെ പഠനം മുടങ്ങാൻ പാടില്ല. നിക്കാഹ് ചെയ്തതിന് ശേഷം ആ കുട്ടിയെ പഠിക്കാൻ നമ്മൾ അനുവദിക്കണം. ഡിഗ്രി പൂർത്തിയാവണം, PG ചെയ്യണം. ഏത് മേഖലയിലാണ് ആ കുട്ടിക്ക് കൂടുതൽ താല്പര്യം, ആ മേഖലയിലെ കുട്ടിയെ പഠിക്കാൻ അനുവദിക്കണം. പിന്നെ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം അവൾക്ക് തുർക്കിയിലോ ഡൽഹിയിലോ ചൈനയിലോ മലേഷ്യയിലോ യമനിലോ ബാംഗ്ലൂരിലോ എറണാകുളത്തോ തിരുവനന്തപുരത്തോ എവിടെ പോയിട്ടും ആ കുട്ടി ഹോസ്റ്റലിൽ പോയിട്ട് പഠിച്ചാലും ആ കുട്ടിയുടെ ഭാഗത്ത് നിന്ന് മോശമായ പ്രവർത്തനങ്ങൾ ഉണ്ടാവില്ല നിക്കാഹ് കഴിഞ്ഞതിന് ശേഷം പറഞ്ഞാൽ. കാരണം അവളൊരു അറ്റാച്ച്ഡ് ആണ്, ഹിച്ച്ഡ് ആണ് എന്നുള്ളൊരു ബോധം അവൾക്കുണ്ടാവും. നേരെ മറിച്ച് അറ്റാച്ച്മെന്റ് ഇല്ലാതെ, ലോക്ക് ഇല്ലാത്ത ആളുകളിൽ നിന്ന് തെറ്റുകൾ വരാൻ സാധ്യതയില്ല. ഞാൻ പറഞ്ഞു, ഈ ലോക്കാണ് പലപ്പോഴും നമ്മൾ തെറ്റിൽ നിന്ന് തടയുന്നത്. ഈ ലോക്കാണ്. ഈ ലോക്ക് നമ്മൾ എപ്പോഴും ഉണ്ടാക്കണം. കുട്ടിയായിരിക്കാൻ നമ്മൾക്കുള്ള ലോക്കാണ് നമ്മുടെ മാതാപിതാക്കൾ. ഒരു 15 വയസ്സ് വരെ നമ്മൾക്കുള്ള ലോക്കാണ് നമ്മുടെ ഉപ്പയും ഉമ്മയും. 15 വയസ്സ് കഴിഞ്ഞാൽ നമ്മുടെ ലോക്കാണ് ഭാര്യയും ഭർത്താവും.
കല്യാണം കഴിഞ്ഞ് കുട്ടികളുണ്ടായാൽ ഭാര്യയും ഭർത്താവും ലോക്കാണ്. അതേപോലെ നമ്മുടെ മക്കളും നമ്മുടെ ലോക്കാണ്. ഈ ലോക്കിടാനാണ് അള്ളാഹുവിന്റെ ഹബീബ് പറയുന്നത്. 18 വയസ്സായതിന്റെ ശേഷം നമ്മുടെ പെൺമക്കളെ നിക്കാഹ് ചെയ്ത് കൊടുത്ത് നിങ്ങൾ സ്വതന്ത്രമായി പഠിക്കാൻ അനുവദിച്ചാൽ 2 നേട്ടമാണ് അവിടെയുള്ളത്. ഒന്ന്, അവളുടെ ഭാഗത്ത് നിന്ന് അവിഹിതമായ ബന്ധങ്ങളോ പ്രേമങ്ങളോ ചാറ്റിങ്ങുകളോ അതേപോലെ ഗ്യാതറിങ്ങോ മീറ്റപ്പോ ഹാങ്ങപ്പോ ഒന്നും ഉണ്ടാവില്ല. ഹാങ്ങൗട്ടിന് വേണ്ടി പുറത്തു പോവാ, ഗ്യാതറിംഗ് മീറ്റപ്പ് എന്ന് പറഞ്ഞ് പുറത്തു പോവാ, ഇതൊന്നും ഉണ്ടാവൂല. നിക്കാഹ് ചെയ്തു കൊടുത്താൽ സ്വാഭാവികമായി ഭർത്താവിനോടൊരു പെണ്ണിന് അറ്റാച്ച്മെന്റ് ഉണ്ടാകും. അപ്പൊ രാത്രി സമയങ്ങളിലോ പകൽ സമയങ്ങളിലോ ക്ലാസ് കട്ട് ചെയ്തിട്ടോ മറ്റൊരാളുടെ കൂടെ കടന്നു പോകാൻ ഒരു പെണ്ണിന് കഴിയില്ല. 100% കഴിയില്ല, 100% കഴിയില്ല. അതുകൊണ്ടാണ്, അതുമാത്രമല്ല, അതിന്റെ കൂടെ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയും. ഒരു പെണ്ണിന് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയും. ഇതേപോലൊരു ചെറുപ്പക്കാരൻ, 22 വയസ്സായ ഒരു ചെറുപ്പക്കാരന് പഴയതുപോലെ അലഞ്ഞു തിരിഞ്ഞ് വായ നോക്കിയിട്ടൊക്കെ നടക്കാൻ കഴിയില്ല. ഒരു ബന്ധമുണ്ട്, എനിക്കൊരു ഭാര്യയുണ്ട്, ഹലാലായൊരു ഇണയുണ്ട്, എപ്പോഴെങ്കിലും കൂടെ കറങ്ങണമെന്ന് തോന്നുമ്പോ തന്റെ അനുവദനീയമായ ഭാര്യയുടെ കൂടെ കറങ്ങാൻ, സ്കൂളിൽ കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്യാന്, കോളേജുകളിൽ ഡ്രോപ്പ് ചെയ്യാന്, വെക്കേഷൻ വരുമ്പോ ടൂർ പോവാൻ, അഥവാ പ്രേമിക്കുന്നത് പോലെ 2 പേർക്കും ജീവിക്കാൻ കഴിയും. ഏതുവരെ? 2 പേരുടെയും വിവാഹം നടക്കുന്നത് വരെ. അങ്ങനെ 2 പേരും 22 വയസ്സിലും 18 വയസ്സിലും കല്യാണം കഴിയുന്ന ഒരു സിസ്റ്റം നമ്മുടെ സമൂഹത്തിലേക്ക് കൊണ്ടുവന്നാൽ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കളെ നമ്മൾക്ക് നന്നാക്കാൻ കഴിയും. കല്യാണം വൈകിയാലോ അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, തകുൻ ഫിത്നതുൻ വഫസാദുൻ അരീൽ, വ്യാപകമായ ഫിത്നയുണ്ടാകും. നബി തങ്ങളുടെ വാക്കാണിത്, നബി തങ്ങളുടെ മുന്നറിയിപ്പാണിത്. വ്യാപകമായ ഫിത്നതുൻ വഫസാദുൻ അരീൽ, വ്യാപകമായ ഫിത്നകൾക്ക് നിങ്ങൾ സാക്ഷിയാകേണ്ടി വരും കല്യാണം വൈകുന്നത് കൊണ്ട്. എന്താ നിങ്ങൾക്ക് നഷ്ടം? ഞാൻ വീണ്ടും ചോദിക്കുകയാണ്, 22 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ കല്യാണം കഴിച്ചാൽ നിങ്ങൾക്ക് എന്താ നഷ്ടം? ആർക്കെങ്കിലും നഷ്ടമുണ്ടോ? നിങ്ങളിത് വേദം കേട്ടിട്ട് പോകും, എന്നിട്ട് നിങ്ങൾ കല്യാണത്തെ കുറിച്ച് ആലോചിക്കൂല. എനിക്കറിയാം, എനിക്ക് നിങ്ങൾ കല്യാണം കഴിപ്പിച്ചു കൊടുത്താലും കുഴപ്പമില്ല, കല്യാണം കഴിപ്പിച്ചു കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. അവര് തെറ്റ് ചെയ്താൽ ഉത്തരവാദി നിങ്ങളായിരിക്കും. അവര് തെറ്റു ചെയ്താൽ അതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം മാതാപിതാക്കളായിരിക്കും. പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങൾ അത്ഭുതപ്പെടുന്നു വേണ്ട. 18 വയസ്സിൽ ഞാൻ നിക്കാഹ് കഴിക്കൂല എന്ന് വാശൊന്നും പിടിക്കണ്ട. 18 വയസ്സിൽ പ്രേമിക്കാൻ തുടങ്ങുന്നുണ്ടോ? എങ്കിലും കല്യാണത്തിന് തയ്യാറാവണം. പ്രേമിക്കുന്നത് പോലെയുള്ളൂ നിക്കാഹ് എന്ന് പറഞ്ഞാല്. അല്ലാതെ ഭർത്താവിന്റെ വീട്ടിൽ കൊണ്ടുപോയിട്ട് അവരെ താമസിപ്പിക്കൊന്നും വേണ്ട. നിങ്ങളുടെ വീട്ടിൽ താമസിച്ചാൽ മതി, പഠനം കഴിഞ്ഞിട്ട് ഭർത്താവിന്റെ വീട്ടിലേക്ക് അയച്ചാൽ മതി. പക്ഷെ ഇതൊരു ഹലാലായ ഇണയാക്കി കൊടുക്കാൻ നിക്കാഹ് എന്ന് പറയുന്നത്. പ്രേമിക്കാൻ കഴിയും, 5ാം ക്ലാസ് മുതൽ പ്രേമിക്കാൻ തുടങ്ങാം, 8ാം ക്ലാസ് മുതൽ പ്രേമിക്കാൻ തുടങ്ങാം. നിക്കാഹ് കഴിയുമ്പോൾ എനിക്ക് വേണ്ട. അതെന്റെ നിക്കാഹ് നിങ്ങൾക്ക് വേണ്ടാത്തത്? 18 വയസ്സാകുമ്പോൾ നിക്കാഹ് എന്തേ നിങ്ങൾക്ക് വേണ്ടാത്തത്? പ്രേമിക്കാൻ എല്ലാരും 18 വയസ്സ് എല്ലാരും പ്രേമിക്കാൻ ആരാ ഇവിടെ ആളില്ലാത്ത? പ്രേമിക്കാത്ത ആളുകൾ ആരാ? ചാറ്റ് ചെയ്യാത്ത ആളുകളല്ല. ബോയ് ഫ്രണ്ട്സ് ഇല്ലാത്ത ആളുകളാരാ? ഗേൾ ഫ്രണ്ട്സ് ഇല്ലാത്ത ആളുകളാരാ? ലവേഴ്സ് ഇല്ലാത്ത ആളുകളാരാ? എന്നിട്ട് വിവാഹം നിക്കാഹ് എന്ന് പറയുമ്പോ എനിക്ക് സമയമായിട്ടില്ല എന്ന് പറയാം. അതിന് മാത്രം ഹലാലാക്കി തരുമ്പോ സമയമില്ല, ഹറാമിന് എല്ലാറ്റിനും സമയമുണ്ട്. ഇതെങ്ങനെ ശരിയാവുക? ഇതെങ്ങനെ ശരിയാവുക? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് പറയാണ്, അല്ലാഹുവിന്റെ ഹബീബിന്റെ ഹദീസ് ഞാൻ നബി തങ്ങൾ പറയാണ്, فإن أصاب إثما فإنما إثمه على أبويه. 18 വയസ്സായ ഒരു പെണ്ണ് വിവാഹം വൈകുന്നത് മൂലം അവളൊരു തെറ്റു ചെയ്താൽ, എന്താ അവൾ തെറ്റ് ചെയ്യാൻ? നിസ്കാരം കഥാക്കൊന്നുമില്ല. 18 വയസ്സായ ഒരു പെണ്ണ് വിവാഹം വൈകുന്നത് മൂലം ചെയ്യാൻ സാധ്യതയുള്ള തെറ്റ്, പ്രേമിക്കും, ചാറ്റ് ചെയ്യും, കറങ്ങാൻ പോകും, പിന്നെന്താ വീഡിയോ കോൾ നടത്തും, ഫോട്ടോകൾ കൈമാറും, ക്ലാസ് കട്ട് ചെയ്യും. അല്ലാതെ നിസ്കാരം കഥാക്കോ നോമ്പ് നോക്കാതിരിക്കലൊന്നുമില്ല. 18 വയസ്സായ ഒരു പെണ്ണ് ചെയ്യാൻ തുടങ്ങുന്ന തെറ്റ്. ഈ തെറ്റുകളുടെ എല്ലാം ഒരു ഓഹരി. ഇവള് വ്യഭിചരിച്ചാൽ വ്യഭിചാരത്തിന്റെ കുറ്റം മാതാപിതാക്കൾക്കാണ്. ഇവള് പ്രേമിച്ചാൽ പ്രേമത്തിന്റെ കുറ്റം മാതാപിതാക്കൾക്കാണ്. ഇവള് രാത്രി ഉറങ്ങാതെ ചാറ്റ് ചെയ്താൽ അതിന്റെ കുറ്റം മാതാപിതാക്കൾക്കാണ്. ആരാ പറയുന്നത്? ഷഫീഉനാ റസൂലുള്ളാഹ്. നിങ്ങൾക്കിത് ഗൗരവമല്ലെങ്കിലും അള്ളാഹുവിന്റെ കോടതിയിലെത്തിയാൽ നിങ്ങൾ അറിയാതെ ഒരുപാട് വ്യഭിചാരങ്ങൾ നിങ്ങളുടെ തലയിലുണ്ടാകും. നിങ്ങളുടെ മക്കൾ, ആൺകുട്ടികൾ ചെയ്യുന്ന തെറ്റ്. 22 വയസ്സായ ഒരു ചെറുപ്പക്കാരൻ കല്യാണം കഴിയാത്തത് മൂലം അവനിലുണ്ടാകുന്ന തെറ്റ്, അവന്റെ കണ്ണിലൂടെ വരുന്ന തെറ്റ്, അവന്റെ ലൈംഗിക അവയവങ്ങളിലൂടെ വരുന്ന തെറ്റിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം അവന് വിവാഹം ചെയ്തു കൊടുക്കാത്ത മാതാപിതാക്കളുടെ തലയിലുണ്ടാകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി
അലൈഹി വസല്ലം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ പറയുകയാണ്, ആവർത്തിച്ച് പറയുകയാണ്, അവരുടെ നിക്കാഹ് നിർബന്ധമായിട്ടും 18 വയസ്സിന് നിക്കാഹ് നടക്കണം പെണ്ണിന്, 22 വയസ്സാകുമ്പോൾ ആണിനും നിക്കാഹ് നടക്കണം. എന്നിട്ട് രണ്ടുപേരെയും സ്വതന്ത്രമായി പഠിക്കാൻ അനുവദിക്കണം. അവരുടെ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചവർ മുന്നോട്ട് പോകട്ടെ. പഠനമെല്ലാം കഴിഞ്ഞതിന് ശേഷം രണ്ടുപേരുടെയും വിവാഹ ജീവിതം തുടങ്ങിക്കോട്ടെ. രണ്ടുപേരുടെയും വിവാഹ ജീവിതം തുടങ്ങിക്കോട്ടെ. കല്യാണത്തിന്റെ പേരിൽ വിവാഹത്തിന്റെ നിക്കാഹിന്റെ പേരിൽ പഠനം മുടങ്ങാൻ പാടില്ല. അതേപോലെ പഠനം എന്ന് പറഞ്ഞിട്ട് നിക്കാഹം മുടങ്ങാൻ പാടില്ല. പഠനം എന്ന് പറഞ്ഞിട്ട് നിക്കാഹ് മുടങ്ങാൻ പാടില്ല. എന്റെ കുട്ടി പഠിക്കാണ്, പഠിച്ചു കഴിയട്ടെ, അങ്ങനെയില്ല. എന്റെ നിക്കാഹ് കഴിഞ്ഞാൽ പഠിക്കാൻ പറ്റൂല. ഞാൻ ഇപ്പോഴും ഒരു സ്റ്റുഡന്റാണ്. ഇപ്പോഴും ഞാൻ സ്റ്റുഡന്റ്, 2 മക്കളുണ്ട്. ഞാൻ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്. കഴിഞ്ഞ വർഷമാണ് എന്റെ PG കഴിഞ്ഞത്. ഇനി PhD ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് ഞാൻ. അപ്പൊ നമ്മള് പഠിക്കാനൊരു പ്രായമില്ല, പഠിക്കാൻ ഒരാൾക്കും പ്രായമില്ല. നിക്കാഹ് കഴിഞ്ഞാൽ എന്താ, പഠിച്ചാൽ എന്താ കുഴപ്പം? നിക്കാഹ് കഴിഞ്ഞാൽ പഠിച്ചാൽ എന്താ കുഴപ്പം? എന്താ പ്രശ്നം? നിക്കാഹ് കഴിഞ്ഞാൽ പഠിച്ചാൽ എന്താ കുഴപ്പം? കൂടുതൽ ശ്രദ്ധ കിട്ടും പഠിക്കാൻ. യൂണിവേഴ്സിറ്റിയിൽ 2 റാങ്കോടുകൂടി PGയിൽ പാസ്സായ ആളാണ്. കല്യാണം കഴിഞ്ഞു, മക്കളുണ്ട്, ഭാര്യ ഉണ്ടെന്ന് പറഞ്ഞിട്ട് പഠനത്തെ ബാധിക്കുമോ? ബാധിക്കില്ല. ഈ വാദം കൂടി ഇല്ലെങ്കിൽ 1 റാങ്ക് കിട്ടുമായിരുന്നു. ഞാൻ പലപ്പോഴും എക്സാമിന് പോകുന്നത് എപ്പോന്ന് പറയുന്നത്, പലപ്പോഴും രാത്രി വാല് കഴിഞ്ഞിട്ട് 3 മണിയൊക്കെ റൂമിലെത്തുമ്പോൾ, എന്നിട്ട് കിടന്നുറങ്ങി സുബഹിസ്കരിച്ച് വീണ്ടും കിടക്കും. എന്നിട്ട് 10 മണിക്കൊക്കെ കഴിച്ചിട്ടാണ് അന്നത്തെ എക്സാമിന് നമ്മൾ പഠിക്കുക. എന്നിട്ട് എക്സാം എഴുതാൻ സമയം കിട്ടോ? ഇല്ല. എന്തുകൊണ്ട്? 2 മണിക്ക് എക്സാം തുടങ്ങിയാൽ 5 മണി വരെയാണ് എക്സാം. പക്ഷെ എനിക്ക് 5 മണിയാകുമ്പോൾ, രാത്രിയാകുമ്പോൾ കണ്ണൂർ എവിടെയെങ്കിലും വാലുണ്ടാവും. അപ്പോൾ ട്രെയിന് നോക്കിയിട്ട് ഒരു 4 മണിയാകുമ്പോൾ തന്നെ എക്സാം നിർത്തി പകുതിയിൽ പോകേണ്ടി വരും. എന്തുകൊണ്ട്? കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞ അവർ തോന്നുമ്പോഴാണ് ഡേറ്റ് പ്രഖ്യാപിക്കുക. നമ്മൾ വാല് 6 മാസം മുമ്പൊക്കെ കൊടുക്കും. ഓരോ വാല് 6 മാസം 8 മാസം മുമ്പൊക്കെ ഡേറ്റ് കൊടുക്കും നമ്മൾ. ഇവര് ഒരു മാസം മുമ്പാണ് ഇപ്പോൾ എക്സാം എന്ന് പറയാം. അതിന്റെ സമയം നിർണ്ണയിക്കുന്നത് 1 മാസം മുമ്പാണ്. ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പൊ നമ്മൾ ഒരിക്കലും മക്കളുള്ളതോ ജോലി ചെയ്യുന്നതോ ഭാര്യയുള്ളതോ നമ്മുടെ പഠനത്തെ ഒരിക്കലും ബാധിക്കൂല. കൂടുതൽ പഠിക്കാനുള്ള ഒരു താല്പര്യം നമ്മൾക്കുണ്ടാവും. അന്ന് സത്യം പറഞ്ഞാല് പഠിക്കുന്ന സമയത്ത്, ചെറുപ്പത്തിൽ പഠിക്കുന്ന സമയത്ത് ഉണ്ടായതിനേക്കാളും കൂടുതൽ പഠിക്കണം എന്നുള്ളൊരു ആവശ്യം ഇപ്പോഴാണ് വരുന്നത്. കൂടുതൽ പഠിക്കണം, കൂടുതൽ വായിക്കണം എന്നൊരു തോന്നലുണ്ടാവില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട് ഉമ്മമാരോട് പറയും, നിങ്ങൾക്ക് വേണോ മക്കള് ചെയ്യുന്ന ഹറാമുകളുടെ ഭാരവും നാളെ അള്ളാന്റെ കോടതിയിൽ ഏറ്റെടുക്കണം. നമ്മൾ ചെയ്യുന്ന തെറ്റൻ ഇഷ്ടം പോലെയുണ്ട്. നമ്മൾ ചെയ്യുന്ന തെറ്റൻ ഇഷ്ടം പോലെയുണ്ട് പഠിച്ചോന്റെ അടുത്ത്. ഇനി മക്കള് ചെയ്യുന്ന തെറ്റും കൂടി നമ്മൾ ഏറ്റെടുക്കണം. അതുകൊണ്ട് ഒരു പെൺകുട്ടിയും മാതാപിതാക്കളെ തടയാൻ പാടില്ല. മൈ ചോയ്സ് എന്ന് പറയാൻ പാടില്ല. അത് കോളേജിൽ പോയിട്ട് പറഞ്ഞാൽ മതി. മൈ ചോയ്സ് ഒക്കെ വീട്ടിൽ ഉപ്പയും ഉമ്മയും പറയുന്നത് അനുസരിക്കണം. അതാണ് ദീൻ പറയുന്നത്. ഉപ്പയും ഉമ്മയും പറയുന്നത് അനുസരിക്കുന്നവരാകണം. അതാണ് ദീൻ പറയുന്നത്. മാതാപിതാക്കളെ വെറുപ്പിക്കുന്ന ഇഷ്ടപ്പെടാത്ത മക്കളാണെങ്കിൽ അജ്ജല ലഹുൽ ഉഖൂബത ഫിദ്ദുനിയാ, ദുനിയാവിൽ വെച്ച് തന്നെ അല്ലാഹു ശിക്ഷിക്കുമെന്നാണ് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ദുനിയാവിൽ വെച്ച് തന്നെ അല്ലാഹു വെറുതെ വിടൂല എന്ന് പറയുന്നത്. മാതാപിതാക്കളെ വിഷമിപ്പിക്കുന്ന മക്കള്, മാതാപിതാക്കളെ പ്രയാസപ്പെടുത്തുന്ന മക്കള്, നിങ്ങൾക്ക് അതുകൊണ്ടൊരു നഷ്ടവും ഉണ്ടാവൂല, ലാഭമല്ലാതെ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരികളോട് പറയാൻ, നിങ്ങൾക്ക് അതുകൊണ്ട് ലാഭമല്ലാതെ നഷ്ടം ഉണ്ടാവില്ല. ചെറുപ്പക്കാരൊക്കെ എന്തായാലും 22 വയസ്സാകുമ്പോൾ കല്യാണമൊക്കെ റെഡി ആയിരിക്കും, അല്ലെ? നിങ്ങളൊക്കെ റെഡി ആയിരിക്കും എന്ന് എനിക്കറിയാം. എന്നാൽ പെൺകുട്ടികൾക്ക് വലിയ പേടി ഉണ്ടാവും. നിങ്ങൾക്ക് അതുകൊണ്ട് ലാഭമില്ലാതെ ഒരിക്കലും അതുകൊണ്ട് നഷ്ടം ഉണ്ടാവില്ല. നിങ്ങളതുകൊണ്ട് വളരുകയല്ലാതെ അതുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും തളർച്ച ഉണ്ടാവില്ല. കാരണം നിങ്ങൾക്ക് കല്യാണം കഴിഞ്ഞിട്ട് ഭർത്താവിന്റെ വീട്ടിൽ പോകേണ്ട ഒരു ബാധ്യതയില്ല. അത് ആദ്യം തന്നെ അങ്ങനെ ഒരു കരാറ് വേണം. പഠനം കഴിയുന്നത് വരെ കല്യാണം ഇല്ല എന്നൊരു കരാറ് വേണം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ നമ്മുടെ ഒന്നാമത്തെ ബാധ്യത എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞല്ലോ നിക്കാഹിന്റെ സദസ്സിൽ 3 കാര്യങ്ങളാ പറഞ്ഞത്. ഒന്ന്, വളരെ നേരത്തെ കല്യാണം കഴിക്കണം. നോക്കൂ, നിങ്ങൾ എത്ര 22 വയസ്സിലൊക്കെ കല്യാണം കഴിച്ച് നമ്മുടെ കണ്ണുകളെയും നമ്മുടെ ലൈംഗികമായ അവയവങ്ങളെയും വികാരത്തെയും നിയന്ത്രിക്കാൻ നമ്മൾക്ക് കഴിഞ്ഞാൽ എത്ര തെറ്റുകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ നമ്മൾക്ക് കഴിയും. അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, എന്നിട്ട് കല്യാണം കഴിക്കാനുള്ള സാഹചര്യമില്ല, പണിയും ജോലിയൊന്നും റെഡി ആയിട്ടില്ല, ഒരുപാട് അധ്വാനിക്കുന്നുണ്ട്, ജോലി ഇല്ലാത്തത് കൊണ്ട് ആരും പെണ്ണ് കെട്ടിച്ചു തരുന്നില്ല. അങ്ങനൊരു സാഹചര്യം നിങ്ങൾക്കുണ്ടായാൽ നിങ്ങൾ കണ്ണുകളെ നിയന്ത്രിക്കാനും ലൈംഗികമായ വികാരങ്ങളെ നിയന്ത്രിക്കാനും നോമ്പെടുക്കണമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്
നോമ്പെടുക്കണം. തിന്നുമ്പോഴാണ് വികാരമുണ്ടാവുക. ഒരുപാട് തിന്നുന്നതിനനുസരിച്ചാണ് വൈകാരികമായ ചിന്തകൾ വരിക. അതുകൊണ്ട് ശരീരത്തെ പട്ടിണി കിടത്തിക്കൊണ്ട് വികാരങ്ങളെ നിയന്ത്രിക്കാൻ നിങ്ങൾ ശ്രമിക്കണമെന്ന് അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നാമത്തെ കാര്യം ഇതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ദാമ്പത്യ ജീവിതത്തിലുള്ള സന്തോഷമാണ്. കല്യാണം കഴിഞ്ഞത് മുതൽ എന്റെ സമാധാനം നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന ഓരോ ആളുകളും കേൾക്കണേ. കല്യാണം കഴിഞ്ഞത് മുതൽ എന്റെ സമാധാനം നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന പെണ്ണും ആണുമെല്ലാം കേൾക്കണേ. എന്തുകൊണ്ടാണ് സമാധാനം നഷ്ടപ്പെടുന്നതെന്നറിയോ? ആരാണ് എന്റെ ദിക്റിൽ നിന്ന് വിട്ടുനിൽക്കുന്നത്? അള്ളാഹുവിന്റെ ദിക്റിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ഒരാൾക്കും അല്ലാഹു തആല സമാധാനത്തോടെയുള്ള ജീവിതം നൽകൂല എന്നാ പറഞ്ഞത്. ആരാണ് എന്റെ എന്റെ ദിക്റിൽ നിന്ന് വിട്ടുനിൽക്കുന്നത്? വളരെ ഭാരമേറിയ കുടുസായ ജീവിതമാണ് അവർക്ക് ലഭിക്കാൻ പോകുന്നത് എന്ന് പരിശുദ്ധ ഖുർആനാ പറയുന്നത്. മറ്റൊരായത്ത് നിങ്ങൾ കേട്ടു നോക്ക്. അല്ലാഹുവിന്റെ ദിക്റിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ആളുകൾ, അല്ലാഹുവിന്റെ ദിക്റിൽ നിന്ന് മാറി നിൽക്കുന്ന ആളുകൾ, അയാൾക്കൊരു ഞാൻ പിശാചിനെ ഏൽപ്പിക്കും. അയാളുടെ അടുത്തേക്ക് ഞാനൊരു പിശാചിനേക്കും. പിന്നെ പിശാചായിരിക്കും അയാളുടെ കൂട്ടുകാരൻ എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കാൻ. അപ്പൊ സമാധാനം നഷ്ടപ്പെടാനുള്ള കാരണം എന്താ? പിശാച് ജീവിതത്തിൽ കയറുന്നു എന്നുള്ളതാണ്. അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, എല്ലാ ദിവസവും ഓരോ ഇബ്ലീസ് എല്ലാ ദിവസവും കുട്ടിപ്പിശാചുകളെ വിളിക്കും. എല്ലാ ദിവസവും കുട്ടിപ്പിശാചുകളെ വിളിക്കും. ഓരോ ആളുകൾക്ക് ഓരോ ഡ്യൂട്ടി കൊടുത്തിട്ടുണ്ട്. മനുഷ്യന്മാരെ വഴിപിഴപ്പിക്കുക എന്നുള്ള ഡ്യൂട്ടി അത് ഇപ്പൊ ഏറ്റെടുത്തതല്ല. മഹാനായ ആദം നബി അലൈഹിസ്സലാമിനെ സ്വർഗത്തിൽ നിന്ന് ആദം നബി അലൈഹിസ്സലാമിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോ സുജൂദ് ചെയ്യാതെ വിട്ടുനിന്നപ്പോ അല്ലാഹു തആല സ്വർഗത്തിൽ നിന്ന് പുറത്താക്കുമ്പോ അല്ലാഹുവിനോട് ആവശ്യപ്പെട്ടതാണ്, അല്ലാഹുവേ എന്നെ നീ ഖിയാമത്ത് നാൾ വരെ ജീവിപ്പിക്കണമെന്ന്. അപ്പോഴാണ് അല്ലാഹു പറഞ്ഞത്, ഇന്നക തീർച്ചയായിട്ടും നീ ഖിയാമത്ത് നാൾ വരെ ജീവിക്കുമെന്ന്. അപ്പോഴാണ് പിശാച് പറയുന്നത്, ثُمَّ لَآتِيَنَّهُمْ مِنْ بَيْنِ أَيْدِيهِمْ وَمِنْ خَلْفِهِمْ وَعَنْ أَيْمَانِهِمْ وَعَنْ شَمَائِلِهِمْ وَمِنْ فَوْقِهِمْ وَلَا تَجِدُ أَكْثَرَهُمْ شَاكِرِينَ. അല്ലാഹുവേ മനുഷ്യന്മാരുടെ മുൻഭാഗത്തുകൂടെ പിൻഭാഗത്തുകൂടെ ഇടതുഭാഗത്തുകൂടെ വലതുഭാഗത്തുകൂടെ അവനെ ഇങ്ങനെ ഞാൻ പൊതിഞ്ഞുകൊണ്ടേയിരിക്കും റബ്ബേ, ഒരു മനുഷ്യനെയും നന്നാവാൻ ഞാൻ അനുവദിക്കൂല എന്ന് പറഞ്ഞപ്പോഴാണ് അല്ലാഹു പറയുന്നത്, ലഅംലഅന്ന ജഹന്നമ മിൻകും അജ്മഈൻ. ആരൊക്കെയാണോ നിന്നെ വഴിപ്പെടുന്നത്, നിന്നെയും നിന്റെ കൂടെ വഴിപ്പെടുന്ന ആളുകളെയും നരകത്തിലിട്ട് ഞാൻ നിറക്കുമെന്ന് അല്ലാഹു പറയുന്നുണ്ട്. എന്നിട്ട് അല്ലാഹു പറയാണ് ആദം നബി അലൈഹിസ്സലാമിനെ വിളിച്ചിട്ട്, ആദമേ പിശാച് നിങ്ങളുടെ ശത്രുവാണ്, അദുവ്വും മുബീൻ, വളരെ വ്യക്തമായ ശത്രുവാണ് പിശാച്. അതുകൊണ്ട് പിശാചിനെ സൂക്ഷിക്കണേ എന്ന് ആദം നബിയോട് പറയുന്നുണ്ട്. അപ്പൊ പ്രിയപ്പെട്ടവരെ, പിശാച് ലോകത്തിന്റെ തുടക്കം മുതൽ മനുഷ്യ സൃഷ്ടിയുടെ തുടക്കം മുതൽ എങ്ങനെയെങ്കിലും മനുഷ്യനെ വഴിപിഴപ്പിക്കാൻ വേണ്ടി കഠിന പ്രയത്നം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമാണ് ഇബ്ലീസും പിശാചും എന്ന് പറയുന്നത്. അങ്ങനെ ഇബ്ലീസ് തന്റെ കുട്ടി പിശാചുക്കളെ മനുഷ്യരെ വഴിപിഴപ്പിക്കാൻ വേണ്ടി നിരന്തരമായി പറഞ്ഞേക്കുമ്പോ ഓരോ ദിവസവും ഓരോ ആളുകള് എന്തു ചെയ്തു എന്നിട്ട് എന്ന് രാത്രി സമയമാകുമ്പോ ഓരോ പിശാചുക്കളെയും വിളിച്ച് ഇബ്ലീസ് ചോദ്യം ചെയ്യുന്ന ഒരു സമയമുണ്ട്. ആ സമയത്ത് ഇബ്ലീസിനോട് ആളുകൾ പറയുന്നത്, നിസ്കരിക്കാൻ പോകുന്നവരാളെ നിസ്കാരത്തിൽ നിന്ന് തടയാൻ എനിക്ക് കഴിഞ്ഞു എന്ന്. അടുത്ത ആൾ വന്ന് പറയുന്നത്, നോമ്പ് നോക്കാൻ ശ്രമിച്ച ഒരാളെ നോമ്പിൽ നിന്ന് തടയാൻ എനിക്ക് കഴിഞ്ഞു എന്ന്. വേറെ ഒരാള് പറയുന്നത്, സ്വതക്ക ചെയ്യാൻ വിചാരിച്ച ഒരാളെ സ്വതക്കയിൽ നിന്ന് തടയാൻ എനിക്ക് കഴിഞ്ഞു എന്ന്. വേറെ ഒരാള് പറയുന്നത്, ഒരാളെ ഞാൻ
വ്യഭിചരിപ്പിച്ചു എന്ന്. എന്നാൽ അവസാനമായി കടന്നു വരുന്ന ഒരു കുട്ടിപ്പിശാച് ഇബ്ലീസിനോട് പറയുന്നൊരു വാക്കുണ്ട് പ്രിയപ്പെട്ടവരെ. എന്താണ് ആ വാക്ക് എന്നറിയോ? ഇബ്ലീസിന് വല്ലാത്ത സന്തോഷം നൽകിയ വാക്കാണത്. ഇബ്ലീസ് അയാളുടെ പുറത്തു തട്ടി സാബാഷ് എന്ന് പറഞ്ഞിട്ട്, വെൽഡൻ എന്ന് പറഞ്ഞിട്ട്, നീയാണ് എന്റെ കുട്ടി എന്ന് പറഞ്ഞിട്ട് ഇബ്ലീസ് അഭിനന്ദിക്കുന്നുണ്ട് അയാളെ. എന്താണ് അയാൾ പറഞ്ഞതെന്നറിയോ? ഇബ്ലീസിനോട് അയാൾ ഇങ്ങനെ രംഗം പറയാണ്. ഒരു കുടുംബത്തിലെ ഭാര്യയും ഭർത്താവും രണ്ടുപേരും പരസ്പരം തമ്മിൽ തല്ലി പരസ്പരം തർക്കിച്ച് പരസ്പരം പോരടിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ അവരുടെ തർക്കത്തിന് ശക്തി കൂടാൻ എരുതിയിൽ എണ്ണയൊഴിക്കുന്നത് പോലെ ഭർത്താവിന്റെയും ഭാര്യയും ഇടയിൽ സംശയരോഗങ്ങൾ ഉണ്ടാക്കി. രണ്ടുപേരുടെയും ഇടയിൽ ഞാൻ അങ്ങോട്ട് കയറിക്കൂടിയിട്ട് അവരുടെ ദേഷ്യം മൂർച്ഛിപ്പിച്ചിട്ട് ഭാര്യ ഒന്ന് ഭർത്താവിന് കൊടുത്തു, ഭർത്താവ് ഒന്ന് ഭാര്യയ്ക്ക് കൊടുത്തു. എന്നിട്ട് രണ്ടുപേരും പിണങ്ങി തൊലാഖിന്റെ റിവേഴ്സിന്റെ വഴിയിലേക്ക് വക്കിലേക്ക് എത്തുന്നത് വരെ അവരുടെ പിന്നിൽ ഞാൻ പ്രവർത്തിച്ചു എന്ന് പറയുമ്പോഴാണ് ഇബ്ലീസ് തന്റെ കുട്ടിപ്പിശാചിനോട് പറയുന്നത്, നീയാണടാ എന്റെ കുട്ടി. നിസ്കാരത്തെ മുടക്കുന്നവനെയല്ല എനിക്ക് വേണ്ടത്, നോമ്പിനെ മുടക്കുന്നവനെയല്ല എനിക്ക് വേണ്ടത്, ഹജ്ജിനെ മുടക്കുന്നവനെയല്ല എനിക്ക് വേണ്ടത്. എനിക്ക് വേണ്ടത് ദാമ്പത്യ ജീവിതത്തെ മുടക്കുന്ന, ഭാര്യയും ഭർത്താവിനെയും പിണക്കുന്ന, ഒരു കുടുംബത്തിലുള്ള സമാധാനത്തെ തകർക്കുന്ന നിന്നെ പോലെയുള്ള ആളുകളെയാണ്. എന്തുകൊണ്ട്? അങ്ങനെ ഒരു ബന്ധം തകരുമ്പോഴാണ് അവിടുത്തെ ലോക്ക് തകരുന്നത്. ലോക്ക് പൊട്ടിപ്പോകുമ്പോഴാണ് മനുഷ്യൻ അധാർമികതയിലേക്ക് പോകുന്നത്. ആണായാലും പെണ്ണിനോടുള്ള പ്രതികാരം കൊണ്ട്, പെണ്ണായാലും ആണിനോടുള്ള പ്രതികാരം കൊണ്ട് ഈ ഒരു സ്നേഹത്തിന്റെ ലോക്ക് പൊട്ടിത്തകരുമ്പോ, സ്നേഹത്തിന്റെ ചങ്ങലകൾ പൊട്ടിത്തകരുമ്പോ സ്വാഭാവികമായി രണ്ടുപേരും തെറ്റിലേക്ക് കടന്നു പോകും. അവരുടെ മക്കളും തെറ്റിന്റെ വക്കിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. അധാർമികതകൾ പെരുകാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് നീയാണടാ എന്റെ മോന് എന്ന് പറഞ്ഞിട്ട് ഇബ്ലീസ് തന്റെ കുട്ടിപ്പിശാചിനെ ആദരിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് ഏതെങ്കിലും ദഈഫായ ഗ്രന്ഥത്തിൽ വന്ന ഹദീസല്ല, സ്വഹീഹൈനിൽ വന്ന ഹദീസാണ്. ബുഖാരിയിലോ മുസ്ലിമിലോ വന്ന ഹദീസാണിത്. ഏതെങ്കിലും ദഈഫായ ഹദീസല്ല, ദഈഫായ ഗ്രന്ഥത്തിൽ വന്ന ഹദീസല്ല, സ്വഹീഹ് മുസ്ലിമിലോ സ്വഹീഹുൽ ബുഖാരിയിലോ വന്ന ഹദീസാ. എന്താ ഒരു പിശാചിന്റെ പണി? കുടുംബത്തിലേക്ക് കയറും. കുടുംബത്തിലേക്ക് എങ്ങനെയാ കയറാ? ദിക്റില്ലാത്ത കുടുംബത്തിൽ പിശാച് കയറി ഇറങ്ങും. ومن أعرض عن ذكري فإن له معيشة ضنكا ومن يعش عن ذكر الرحمن نقيض له شيطانا. എന്നെ ഓർക്കാത്ത ആളുകൾക്ക് ഞാനൊരു പിശാചിനെ നിയോഗിച്ചു കൊടുക്കും. പിശാച് കയറിയാൽ സ്വാഭാവികമായിട്ട് ബന്ധം തകരും. അപ്പൊ എന്ത് വേണം? അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. സമാധാനവും സന്തോഷമൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അള്ളാഹുവിന്റെ ദിക്റിലൂടെ ജീവിക്കണം. ഭാര്യയും ഭർത്താവും രണ്ടുപേരും, ഒരാൾ നന്നായ പോരാ. ഒരാൾ നന്നായത് കൊണ്ട് ദാമ്പത്യ ജീവിതം സന്തോഷത്തിലാവൂല, രണ്ടാളും നന്നാവും. ഭാര്യയ്ക്കും ദിക്റിലൂടെ ജീവിതം വേണം, ഭർത്താവിനും ദിക്റിലൂടെയുള്ള ജീവിതം വേണം. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞത്, റഹിമല്ലാഹു റഅൻ, അല്ലാഹു ഒരു ഭർത്താവിന് റഹ്മത്ത് ചെയ്യട്ടെ, അല്ലാഹു ഒരു ഭർത്താവിന് റഹ്മത്ത് ചെയ്യട്ടെ. ഏതാണ് ആ ഭർത്താവ്? സുബഹി ബാങ്കിന്റെ ഒരൽപ്പം മുമ്പ് എണീറ്റ് വാഷ്റൂമിൽ പോയി വുദൂ ചെയ്ത് തിരിച്ചു വന്നിട്ട് തന്റെ കയ്യിലുണ്ടായിരുന്ന വെള്ളം കൊണ്ട് ഭാര്യയുടെ മുഖത്ത് കുടഞ്ഞിട്ട് ഭാര്യ എണീപ്പിച്ച് തഹജ്ജുദ് നിസ്കരിക്കുന്ന ഭർത്താവിന് അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. അതേപോലെ ഒരു പെണ്ണിനും അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. ഏതാണ് ആ പെണ്ണെന്നറിയോ? ബിസിനസ് കാരണം, ജോലി കാരണം രാത്രി ഒരുപാട് വൈകി വരുന്ന ഭർത്താവ്, ഭാര്യ നേരത്തെ കിടന്നുറങ്ങി, 9:30 മണിയാകുമ്പോ കിടന്നുറങ്ങി. ഭർത്താവ് വരുമ്പോ ഭർത്താവിനുള്ള ഭക്ഷണമൊക്കെ നേരത്തെ റെഡിയാക്കി വെച്ച് കിടന്നുറങ്ങിയിട്ട് വൈകി വരുന്ന ഭർത്താവിന് ഭക്ഷണമെല്ലാം നൽകി വീണ്ടും കിടന്നുറങ്ങിയിട്ട് സുബഹിയുടെ ഒരൽപ്പം നേരത്തെ എണീറ്റ് വാഷ്റൂമിൽ ചെന്നിട്ട് വുളൂ ചെയ്തിട്ട് അവസാനം ബാങ്ക് കൊടുക്കുന്നതിന്റെ ഒരു 10 മിനിറ്റ് മുമ്പ് തന്റെ കിടന്നുറങ്ങുന്ന, വൈകി വന്നിട്ട് കിടന്നുറങ്ങുന്ന ഭർത്താവിന്റെ മുഖത്തേക്ക് തന്റെ കയ്യിലുണ്ടായിരുന്ന വെള്ളം ഇങ്ങനെ കുടഞ്ഞിട്ട് ഭർത്താവിനെ എണീപ്പിച്ചിട്ട് രണ്ടുപേരും തഹജ്ജുദ് നിസ്കരിക്കുന്ന കുടുംബമാണെങ്കിൽ ആ കുടുംബത്തിലേക്ക് അല്ലാഹുവിന്റെ റഹ്മത്ത് ചൊരിയട്ടെ എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. അപ്പൊ ഒരാൾ നിസ്കരിച്ചാൽ മതിയോ? പോരാ. ഭർത്താവ് മാത്രം എണീറ്റ് നിസ്കരിക്കുകയാണ്, ഭാര്യ ഇങ്ങനെ കിടന്നുറങ്ങാൻ, പൊതച്ച് ഏസിന്റെ ഉള്ളിൽ ഇങ്ങനെ കിടന്നുറങ്ങാ, ലൈറ്റ് പോലും കാണാൻ അനുവദിക്കാതെ. റഹ്മത്തുണ്ടാവൂല, പിശാച് കയറിക്കൂടും. പെണ്ണ് നന്നായിട്ട് നിസ്കരിക്കുക, ഭർത്താവ് ഇങ്ങനെ ട്രൗസർ ഇട്ട് കിടന്നുറങ്ങും, ഇങ്ങനെ ഏസിയെ കെട്ടുന്നല്ല, പൊതച്ച് കിടന്നുറങ്ങാം. പെണ്ണ് വിളിക്കുന്നില്ല, സിമ്പതി തോന്നാണ് ഭർത്താവിനോട്, പാവം ഉറങ്ങിക്കോട്ടെ, കുറെ വൈകി വന്നതല്ലേ, ഉറങ്ങിക്കോട്ടെ, സിമ്പതി തോന്നാണ്. പിശാച് കയറും. നിങ്ങളുടെ കുടുംബ ജീവിതത്തില്
കട്ടുറുമ്പായിട്ട് പിശാച്ച് വരും, കുടുംബജീവിതം തകർക്കും പിശാച്ച്. സമാധാനം വേണം നിങ്ങൾക്ക്. സമാധാനമില്ലാത്ത ജീവിതം നയിക്കണോ? സന്തോഷമില്ലാത്ത ജീവിതം നയിക്കണോ? വേണ്ട. എല്ലാവർക്കും വേണ്ടത് സമാധാനമാണ്. न दौलत से न दुनिया से न घर आबाद करने से, न दौलत से न दुनिया से न घर आबाद करने से, तसल्ली दिल को मिलती है खुदा को याद करने से. വീടുണ്ടാക്കിയത് കൊണ്ട് സമാധാനം കിട്ടൂല, സമ്പത്തുണ്ടായത് കൊണ്ടും സമാധാനം കിട്ടൂല, ദുനിയാവ് വെട്ടിപ്പിടിച്ചതുകൊണ്ടും അധികാരങ്ങൾ ഉണ്ടായതുകൊണ്ടും സമാധാനം കിട്ടൂല. പിന്നെപ്പോഴാണ്, എവിടെ നിന്നാണ് സമാധാനം കിട്ടുക? തസല്ലീ ദിൽ കോ മിൽത്തി ഹേ ഖുദാ കോ യാദ് കർനേ സേ. എപ്പോഴാണ് അള്ളാഹുവിനെ ഓർക്കാൻ തുടങ്ങുന്നത്? എപ്പോഴാണ് അള്ളാഹുവിനെ സ്മരിക്കാൻ തുടങ്ങുന്നത്? അപ്പോഴാണ് പ്രിയപ്പെട്ടവരെ കുടുംബത്തിൽ സമാധാനമുണ്ടാവുക. മനോഹരമായ വിശാലമായ 10,000 സ്ക്വയർ ഫീറ്റിന്റെ വീട് കൊണ്ട് സമാധാനം കിട്ടുമെന്നൊരാളും വിചാരിക്കണ്ട. ആഡംബരപരമായ ലക്ഷൂറിയസ് വാഹനങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോ സമാധാനം കിട്ടുമെന്നൊരാളും വിചാരിക്കണ്ട. അധികാരത്തിന്റെ കസേരയിൽ അള്ളിയിരുന്നത് കൊണ്ട്, അള്ളിപ്പിടിച്ചിരുന്നത് കൊണ്ട് സമാധാനം കിട്ടുമെന്നൊരാളും വിചാരിക്കണ്ട. ലക്ഷക്കണക്കിന് വരുമാനം മാസാമാസങ്ങളിൽ ഓരോ ബിസിനസ് സംരംഭങ്ങളിൽ നിന്ന് കടന്നു വരുന്നത് കൊണ്ട് സമാധാനം കിട്ടുമെന്ന് വിചാരിക്കണ്ട. സമാധാനം കിട്ടണമെങ്കിൽ അള്ളാഹുവിലേക്ക് മടങ്ങണം, അള്ളാഹുവിനെ ഓർക്കണം, സമയത്ത് ദിക്ർ ചെല്ലണം, നിസ്കരിക്കണം, ദിക്ർ ചെല്ലണം. അവിടെയാണ് സമാധാനമുള്ളത്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ഓരോ മനുഷ്യനും സമാധാനം ലഭിക്കുന്നത് അള്ളാഹുവിനെ സ്മരിക്കുമ്പോൾ മാത്രമായിരിക്കും. അതുകൊണ്ട് ഒരുപാട് ദിക്റുകൾ പഠിപ്പിച്ചിട്ടുണ്ട്. നാളെ മുതൽ ഭാര്യയും ഭർത്താവും കൂടിയിട്ട് തസ്ബീഹ് മാലം കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെ ജോലിക്കൊന്നും പോകാതെ, കിച്ചണിലൊന്നും പോകാതെ റൂമിൽ കുത്തിരുന്നിട്ട് ദിക്ർ ചെല്ലണം എന്നല്ല. ദിക്ർ ചെല്ലാൻ ചില സ്ഥലങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ആ സ്ഥലങ്ങളിലുള്ള ദിക്ർ മാത്രം ഇപ്പൊ ചെല്ലാൻ മതി. മറ്റേ ദിക്റൊക്കെ കുറച്ച് വലുതാകുമ്പോൾ ചെല്ലാൻ മതി. ഇപ്പൊ നിങ്ങൾ ചെല്ലേണ്ടത് അഷ്റൂമിൽ പോകുമ്പോഴുള്ള ദിക്ർ, തിരിച്ചു വരുമ്പോഴുള്ള ദിക്ർ, വീട്ടിൽ കയറുമ്പോഴുള്ള ദിക്ർ, ഇറങ്ങുമ്പോഴുള്ള ദിക്ർ, വണ്ടിയിൽ കയറുമ്പോഴുള്ള ദിക്ർ, ഭക്ഷണം കഴിക്കുമ്പോഴുള്ള ദിക്ർ, കഴിച്ചു കഴിഞ്ഞതിന് ശേഷമുള്ള ദിക്ർ. ഇങ്ങനെ ഈ ഒരു ദിക്റുകളിലൂടെ രണ്ടുപേരും ജീവിക്കുമ്പോൾ പിശാച്ച് അവിടെ നിന്ന് ഓടിപ്പോകും. ദിക്ർ ചെല്ലുന്ന സ്ഥലത്ത് പിശാച്ചിന്റെ സാന്നിധ്യം ഉണ്ടാവില്ല, അയാൾ ഇറങ്ങിപ്പോകുന്ന. അപ്പൊ സമാധാനം തിരിച്ചു. ഏതൊരു ബന്ധാണെങ്കിലും ഹറാമിലൂടെ തുടങ്ങുന്ന ബന്ധത്തിൽ ബർക്കത്തുണ്ടാവില്ല, 100% ഉറപ്പാണ്. കുല്ലു ഷൈഇൻ ذي بال لم يبدأ ببسم الله فهو أبتر. പ്രേമിച്ചൊക്കെ നടക്കുന്ന ചെറുപ്പക്കാരുണ്ടെങ്കിൽ അവളെ തന്നെ വേണമെന്ന് പറഞ്ഞ് കല്യാണം കഴിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഇനി അവളെ കല്യാണം കഴിച്ചാലും ഇനി വേറെ കല്യാണം കഴിച്ചാലും നിന്റെ ദാമ്പത്യ ജീവിതത്തിന്റെ ബർക്കത്തൊക്കെ പോയി. കാരണം എന്തേ? പ്രേമിച്ചു തുടങ്ങിയില്ലേ. അതുകൊണ്ട് പ്രേമം എന്ന് എപ്പോ ഈ പ്രേമൊക്കെ തുടങ്ങാം? 18 വയസ്സാവും പ്രേമം തുടങ്ങുമ്പോൾ. കുട്ടികൾക്ക്, പെൺകുട്ടികൾക്ക് 18 ആവും, ആൺകുട്ടികൾക്ക് 18, 19, 20 ആവും. കോളേജിലൊക്കെ എത്തുമ്പോഴാണ് പ്രേമിക്കാൻ തുടങ്ങുക. ആ സമയത്ത് കല്യാണം കഴിപ്പിച്ചു കൊടുത്താൽ മാഷാ അല്ലാഹ് നല്ല ഹലാലായ രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. കോളേജിലൊക്കെ എന്ത് സുഖം ഉണ്ടാവും. എന്തിനാ അടിപിടി കൂടുന്നത്? പെണ്ണിന്റെ പേരിലായിരിക്കും കോളേജിൽ അടിപിടി കൂടുക. ഉറൂസിനും വേദനയൊക്കെ എന്തിന്റെ പേരിൽ അടിപിടി കൂടുക? പല ഉറൂസുകളിൽ അടിപിടി എന്താ? പെണ്ണിനെ നോക്കി, പെണ്ണിനെ കണ്ടു, നമ്പർ കൊടുത്തു, ഇങ്ങനെയുള്ള വിഷയത്തിൽ പലപ്പോഴും അടി ഉണ്ടാവുക. ഇതൊക്കെ ഇല്ലാതാവും. അടിയില്ലാതാകും, രാത്രി വൈകി ഉറങ്ങുന്നതില്ലാതാവും, കഞ്ചാവില്ലാതാവും, മയക്കുമരുന്നില്ലാതാവും, കുട്ടികൾക്കൊക്കെ പള്ളിനോട് താല്പര്യം വരും, കുട്ടികൾക്ക് പഠനത്തിന് നല്ല മാർക്ക് ഉണ്ടാവും. നിങ്ങൾ പരീക്ഷിച്ചു നോക്ക്, ഒരു 10 കൊല്ലം കൊണ്ട് നിങ്ങൾ ഈ എന്തായി സ്ഥലത്തിന്റെ പേര്? ഇല്യാസ് നഗർ. ഇല്യാസ് നഗറിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ ഉണ്ടാവും. ഇല്യാസ് നബീനെ പോലെയുള്ള കുറെ ആളുകൾ ഉണ്ടാക്കാൻ കഴിയും നമുക്ക് ഇൻഷാ അല്ലാഹ്. അപ്പൊ നിങ്ങൾ പാരന്റ്സ് അതിന് തയ്യാറാവണം. നിങ്ങൾക്കൊരു കരുത്തുണ്ടാണ്. നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു നിലപാടില്ലെങ്കിൽ പിന്നെ നിങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾക്കൊരു ആർജവം ഉണ്ടാവണം, ഒരു തൻ്റെയുടെ ഉണ്ടാവണം. മക്കളെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കാനുള്ള തൻ്റെയുടെ ആർജവം നിങ്ങൾക്ക് ഉണ്ടാവണം. മോള് വേണ്ടെന്ന് അറിയുമ്പോൾ എന്നാ പിന്നെ വേണ്ട, ആ ഒരു രീതിയല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളാണ്, നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാൻ കഴിയണം. ആ തീരുമാനം എടുക്കാൻ കഴിയണമെങ്കിൽ അതിനനുസരിച്ച് ചെറുപ്പത്തിൽ നമ്മുടെ മക്കളെ വളർത്തണം. നേരത്തെ തന്നെ പറഞ്ഞവരെ മനസ്സിലാക്കണം. ഏത് മക്കളും മാതാപിതാക്കൾ സ്നേഹത്തോടെ പറയുന്ന ഉപദേശത്തൊന്നും തള്ളിക്കളയൊന്നുമില്ല. സ്നേഹത്തോടെ പറയുന്നത്. വാശിക്ക് പറഞ്ഞാൽ അവരും വാശി പിടിക്കും, നമ്മൾ വാശിയോട് പറഞ്ഞാൽ അവരും വാശി പിടിക്കും. സ്നേഹത്തോടെ പറഞ്ഞെന്ന ഒരു മെസ്സേജും ഒരു കുട്ടിയും തള്ളിക്കളയൂല. സ്നേഹത്തോടു കൂടി അവരോട് ചെറുപ്പത്തിലെ ഇത്തരം മെസ്സേജുകൾ കൈമാറാൻ നമ്മൾക്ക് കഴിയണം.
ഒരു കുട്ടിയോട് പറയാണ്, 18 ചെറുപ്പത്തിൽ 15 വയസ്സ് പ്രായപൂർത്തിയായ ഒരു കുട്ടി കാണുമ്പോൾ ഒരു വലിപ്പൊക്കെ വന്ന കുട്ടിയോട് ഉപ്പയും പറയാണ്, എൻ്റെ 18 വയസ്സിന് ഞങ്ങൾ കല്യാണം കഴിപ്പിക്കിട്ടോ എന്ന് ഇടക്കിടക്കിടക്ക് ഇങ്ങനെ ഉണർത്തിയാൽ ആ കുട്ടി എന്തായാലും പ്രേമിക്കാൻ പോകില്ല. കാരണം ഞാൻ പ്രേമിച്ചാലും എനിക്ക് എന്തായാലും ഇപ്പോൾ 18 വയസ്സ് നിക്കാഹിപ്പിച്ചിരുമെന്ന് 5 കൊല്ലം മുമ്പേ 3 കൊല്ലം മുമ്പേ പറയാൻ തുടങ്ങിയിട്ടുണ്ട് എന്നൊരു ബോധം കുട്ടിക്ക് ഉണ്ടാവും. എനിക്കങ്ങനെ കുറേ ആളുകൾ അറിയാട്ടോ, അല്ലാഹുവിനെ പേടിയുള്ള ഉപ്പമാരൊക്കെ അങ്ങനെ ചെയ്യാം. 18 വയസ്സാകുമ്പോൾ കുട്ടികൾക്ക് നിക്കാഹ് കഴിപ്പിച്ചു കൊടുത്തതിന് ശേഷം പുറത്ത് പഠിക്കാൻ പോയി. ഇപ്പോൾ അടുത്തിട്ട് UK ഒരു കുട്ടി പഠിക്കാൻ പോയി. 21 വയസ്സാവാൻ കാത്തിരുന്നു അയാൾ, അതുവരെ അയച്ചില്ല. 21 വയസ്സാകുമ്പോൾ ഉടനെ തന്നെ ചെറുപ്പക്കാരൻ നിക്കാഹ് കഴിച്ചിട്ട് ഇനി UK എവിടെ വേണമെങ്കിലും പോയിക്കോ എന്ന് പറഞ്ഞയച്ചു. അതേപോലെ കൂടുതൽ പഠിക്കുന്ന കുട്ടി 18 വയസ്സാകുമ്പോൾ പെൺകുട്ടിക്ക് നിക്കാഹ് ചെയ്തിട്ട് ഇനി നീ പഠിച്ചോ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞയച്ചു. അങ്ങനെയൊക്കെ ഉണ്ട് എത്രയോ ഉപ്പമാർ, അല്ലാഹുവിനെ പേടിയുള്ള ഉപ്പമാർ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, രണ്ടാമത്തെ വിഷയവും പറഞ്ഞിന്. മൂന്നാമത്തെ വിഷയം, ഹറാമിലൂടെ തുടങ്ങുന്ന ഒരു കാര്യത്തിലും അല്ലാഹു ബർക്കത്ത് ചെയ്യൂല. കുല്ലു ഷൈഇൻ ദീബാലിൻ ലം യുബ്ദഅ ബിസ്മില്ലാഹി ഫഹുവ അബ്തർ. അല്ലാഹുവിന്റെ ബിസ്മി കൊണ്ട് തുടങ്ങാതെ, അല്ലാഹുവിന്റെ പേര് കൊണ്ട് തുടങ്ങാത്ത, അല്ലാഹുവിനെ ഓർക്കാതെ, അല്ലാഹുവിന്റെ ആ ഒരു അനുസരണയില്ലാതെ തുടങ്ങുന്ന എല്ലാ കാര്യങ്ങളുടെയും ബർക്കത്ത് നഷ്ടപ്പെടും. ബർക്കത്ത് നഷ്ടപ്പെട്ടാൽ സമാധാനം നഷ്ടപ്പെടും. കല്യാണം കഴിക്കുന്ന ഓരോ ചെറുപ്പക്കാരനും, ചങ്ങാതിമാരുടെ സ്വാധീന വലയമുള്ള ചെറുപ്പക്കാരൊക്കെ ചിന്തിക്കേണ്ടത്, കല്യാണം എന്നുള്ളത് നിന്റെ ഭാവി ജീവിതത്തിന്റെ തുടക്കമാണ്. കല്യാണം കഴിയാൻ പോകുന്ന ചെറുപ്പക്കാരൊക്കെ ശ്രദ്ധിച്ചോളൂ, വിവാഹം എന്നുള്ളത്, നിക്കാഹ് എന്നുള്ളത് നിന്റെ മരണം വരെയുള്ള ഒരു ജീവിതത്തിന്റെ തുടക്കമാണത്. ആ തുടക്കം നന്നാവേണ്ടത് നിന്റെ ആവശ്യമാണ്, ചങ്ങാതിമാരുടെ ആവശ്യമല്ല. ആ തുടക്കം ബറക്കത്തുള്ള തുടക്കമാവേണ്ടത് നിന്റെ ആവശ്യമാണ്. ചങ്ങായിമാർക്ക് എന്ത്, നീയും ഭാര്യയും റൂമിൽ നല്ല ബദ്രുദ്ധം നടന്നാലും അടിപിടി കൂടി ഇയാൾക്കെന്ത്, ഇവർ പൊട്ടിച്ചിരിക്കും അപ്പുറത്തിരുന്നിട്ട്, നിങ്ങളെ കളിയാക്കും വരുമ്പോ അടിയുണ്ടോന്നൊക്കെ ചോദിച്ചിട്ട്, അല്ലാതെ ഇവർക്കെന്ത്. അതുകൊണ്ട് കല്യാണ ദിവസങ്ങളിൽ, നിക്കാഹിന്റെ ദിവസങ്ങളിൽ അനാചാരങ്ങൾ നമ്മുടെ ചങ്ങാതിമാരിൽ നിന്നുണ്ടാവാൻ ഒരാളും ഒരു കാരണവശാലും അനുവദിക്കരുത്. നിങ്ങളുടെ ജീവിതമാണ് ഫ്ലോപ്പാവുക, നിങ്ങളുടെ കുടുംബ ജീവിതമാണ് സ്പോയിലാവുക, നഷ്ടപ്പെട്ടു പോവുക. ആർക്കോ വേണ്ടി ചങ്ങാതിമാരാണ് ഹറാം ചെയ്യുന്നത്. ചങ്ങാതിമാരാണ് കുടുംബത്തിലെ ദാമ്പത്യ ജീവിതത്തിന്റെ തുടക്ക ദിവസം തന്നെ ഹറാമുകൾ കൊണ്ട് നമ്മുടെ ബന്ധത്തെ അലങ്കോലപ്പെടുത്തുന്നത്. അതുകൊണ്ട് നിക്കാഹിന്റെ ദിവസം വളരെ നല്ല ദിവസമാണ്. നിങ്ങളുടെ ഭാവി ജീവിതത്തെ തീരുമാനിക്കുന്ന, നിർണയിക്കുന്ന ഒരു ദിവസത്തില് അല്ലാഹുവിന് ഇഷ്ടമല്ലാത്ത ഒന്നും നിങ്ങളൊന്ന് ചെയ്യാൻ പാടില്ല. അല്ലാഹുവിന് ഇഷ്ടമല്ലാത്ത ഒന്നും നിങ്ങളൊന്ന് ചെയ്യാൻ പാടില്ല. വളരെ നല്ല രീതിയിൽ ഒരു പള്ളിയിൽ ഭവ്യതയോടെ, തഖ്വയോടുകൂടി, നല്ല പവിത്രമായ ചടങ്ങോടുകൂടി ഒരു നിക്കാഹ് നിങ്ങൾ ചെയ്തിട്ട് അല്ലാഹുവിന്റെ മുമ്പിൽ വെച്ച് അല്ലാഹുവിനോടുള്ള ഒരു ഉടമ്പടിയോടെ, മീസാഖൻ ഖലീല, നല്ലൊരു ഉടമ്പടിയോടുകൂടി നിങ്ങൾ ആ പെണ്ണിനെ സ്വീകരിച്ച് ആ പെണ്ണിന്റെ തലയിൽ കൈവച്ച് ദുആ ചെയ്ത്, പടച്ചോനെ ഈ പെണ്ണിന്റെ എല്ലാ നന്മയും എനിക്ക് തരണേ അല്ലാഹ് എന്നിങ്ങനെ ദിക്ർ ചൊല്ലി, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറഹാ വ ഖൈറ മാ ജബൽത ജുബിലത അലൈഹാ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറഹാ വ ഖൈറ മാ ഫീഹാ, അവളിൽ നിന്നുള്ള എല്ലാ നന്മയും എനിക്ക് തരണേ പടച്ചോനെ, വ അഊദു ബിക മിൻ ശർരിഹാ വ ശർരി മാ ഫീഹാ, അവളിൽ വല്ല ശർറും മറഞ്ഞിരിക്കുന്നുവെങ്കിൽ ആ ശർറിൽ നിന്ന് എന്നെയും അവളെയും കാക്കണേ എന്ന് ആണ് പെണ്ണിന്റെ തലയിൽ കൈവച്ച് പെണ്ണ് ആണിനോടും ഇതേപോലെ ആണിനെ കാണുന്ന സമയത്തും അല്ലാഹുവിനോട് ദുആ ചെയ്തിട്ട് നല്ല രീതിയിൽ തുടങ്ങുന്ന ബന്ധമാണെങ്കിൽ ഇൻഷാ അല്ലാഹ് അല്ലാഹുവിന്റെ സഹായമുണ്ടാകും. അതല്ലാതെ നിങ്ങൾ തുടങ്ങുന്നത് തന്നെ ഡാൻസും കളിച്ച് പാട്ടും വെച്ച് ഹറാമായ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട്, കോമാളിത്തരങ്ങളൊക്കെ ചെയ്തിട്ട് അല്ലാഹുവിന്റെ ദീനിനൊക്കെ പറയിപ്പിക്കുന്ന രീതിയിൽ അനാവശ്യമായ ഹറാമുകൾ നിറച്ചുകൊണ്ടുള്ള ഒരു തോന്നിവാസത്തിന്റെ കല്യാണമാണെങ്കിൽ പിശാച് തുടങ്ങുന്നത് അവിടെ വെച്ചാണ്. പിശാച് നിങ്ങളെ ആക്രമിക്കാൻ തുടങ്ങുന്നത് അവിടെ വെച്ചാണ്. പിശാച് നിങ്ങളെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുന്നത് അവിടെ വെച്ചാണ്. രണ്ടുപേരുടെ ജീവിതത്തിലേക്കും പിശാച് കയറിക്കൂടിയിട്ട് ദിവസങ്ങൾ കഴിയുമ്പോഴും ഇത് മൂർച്ഛിച്ചു വന്ന് സമാധാനം മുഴുവനും നഷ്ടപ്പെട്ട് ഡിവോഴ്സിന്റെ വക്കിലേക്ക് വരെ എത്തുന്നത് ഇത്തരം ആഭാസകരമായ കല്യാണങ്ങളാണ്. ഒന്നോർത്തിരിക്കണം പ്രിയപ്പെട്ടവരെ, ആഭാസം നിറഞ്ഞ കല്യാണം. അതുകൊണ്ട് നമ്മളാണ് നമ്മുടെ ജീവിതം എങ്ങനെയെന്ന് തീരുമാനിക്കേണ്ടത്. ഞാൻ തുടങ്ങി വെച്ച ആയത്തൊന്നും കൂടി ഓതി ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ പറയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ ഭയക്കുന്നവരാകണം. വൽതൻദുർ നഫ്സും
മാ ഖദ്ദമത് ലിഗദിൻ വത്തഖുല്ലാഹ്. ഇതാണ് നമ്മുടെ ജീവിതത്തിലുള്ള മോട്ടോ എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ജീവിതത്തിന്റെ മോട്ടോ. വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ. നാളേക്ക് ഞാൻ എന്തെടുത്തു വെച്ചു എന്നതായിരിക്കണം. വേറൊന്നുമില്ല. നാളേക്ക് ഞാൻ എന്തെടുത്തു വെച്ചു. മക്കൾക്ക് എടുത്തു വെക്കാൻ അല്ലാഹു പറഞ്ഞിട്ടില്ല. മക്കൾക്ക് എടുത്തു വെക്കാൻ അല്ലാഹു പറഞ്ഞിട്ടില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കാണ് നിങ്ങൾ എടുത്തു വെക്കേണ്ടത്. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഒരുപാട് ആളുകൾ ഇവിടെയുണ്ട്. നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്, മരണപ്പെട്ട നിങ്ങളുടെ ഉപ്പയുടെ പേരിൽ 1,00,000 രൂപ എന്നാൽ ഇന്ന സ്ഥലത്ത് ഒരു പള്ളി നിർമ്മിക്കുന്നുണ്ട്, കൊടുക്കാൻ നിങ്ങൾ തയ്യാറാണോ എന്ന് ചോദിച്ചാൽ ഇങ്ങനെ കൈമലർത്തു. പൈസക്ക് അക്കൗണ്ടിൽ ഇഷ്ടം പോലെ ഉണ്ടാവും, കൊടുക്കാൻ തയ്യാറല്ല. നിങ്ങൾ ഉപ്പ നിങ്ങൾക്ക് ബാക്കി വെച്ച പൈസയാണ്. ഇഷ്ടംപോലെ പൈസ ഉള്ള ആൾ, ഇല്ലാത്ത ആൾ കൊടുക്കാൻ പറ്റൂലല്ലോ. ഇഷ്ടം പോലെ പൈസ അക്കൗണ്ടിലും സ്ഥലമായും വരുമാനമായും ഒക്കെ എടുത്തു വെച്ചിട്ട്, സ്വർണങ്ങളൊക്കെ എടുത്തു വെച്ചിട്ട്, സ്വന്തം ഇത്രയൊക്കെ സമ്പാദ്യങ്ങൾ ബാക്കി വെച്ച് മരിച്ചുപോയ ഉപ്പാക്ക് വേണ്ടിയിട്ട് 1,00,000 കൊടുക്കാൻ പറയുമ്പോ കൈമലർത്താം. 2-3 ദിവസം മുമ്പ് പേരാമ്പ്ര ഭാഗത്തൊരു വാല് പറഞ്ഞ്, മാതാപിതാക്കളുമായി ബന്ധമുള്ളൊരു വാല്. ആ വാല് കഴിഞ്ഞ് ഞാനിങ്ങനെ സ്റ്റേജിൽ ഇരിക്കുമ്പോ ഒരു വയസ്സായൊരു മനുഷ്യൻ വന്നിട്ട് കെട്ടിപ്പിടിച്ചു, കരയാൻ തുടങ്ങി. അതെ, എനിക്ക് എന്റെ ഉപ്പാക്ക് കൊടുക്കാനൊന്നും ഇല്ലാഞ്ഞിട്ടാണ്, കൊടുക്കാൻ ആഗ്രഹമുണ്ട്, ഭയങ്കര വിഷമമുണ്ട്, കാര്യം നിർത്തുന്നില്ല, കെട്ടിപ്പിടിച്ചിട്ട് കരയാണ്. വാല് കഴിഞ്ഞ് വണ്ടിയിൽ എത്തുന്നത് വരെ അയാൾ കരഞ്ഞു. സ്റ്റേജിൽ നിന്നിറങ്ങി വണ്ടിയിൽ കയറുന്നത് വരെ, വണ്ടിയിൽ കയറിയതിനു ശേഷം വീണ്ടും വന്നു. എന്നിട്ട് മിറർ താത്തി, വിൻഡോ താത്തി, വീണ്ടും അയാൾ പറഞ്ഞു, അതെ വിഷമമുണ്ട്, കൊടുക്കാൻ എനിക്ക് കഴിയുന്നില്ല. എന്നാല് പൈസ ഇങ്ങനെ അട്ടി വെച്ച് ആർഭാട ജീവിതം നയിക്കുന്ന ആൾക്കാര് ഒന്ന് ഉപ്പാക്ക് ഒരു 10,000 ലക്ഷം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവർ കൈമലർത്തും. ഇവർക്കൊക്കെ ഈ സമ്പാദ്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്തത് സ്വന്തം ഉപ്പയാ, സ്വന്തം പിതാവാണ്. അതുകൊണ്ടാണ് ഇവിടെ ഇരിക്കുന്ന നിങ്ങളോടൊക്കെ എനിക്ക് പറയാനുള്ളത്, മക്കൾക്ക് വേണ്ടിയല്ല നിങ്ങൾ എടുത്തു വെക്കേണ്ടത്. എന്റെ മക്കൾക്ക് വേണ്ടി അവിടെ സ്ഥലം വാങ്ങി വെക്ക, ഇവിടെ ബിൽഡിംഗ് വാങ്ങി വെക്ക അല്ല, നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എടുത്തു വെക്ക്. ഞാൻ മരിച്ച് കബറിൽ കിടക്കുമ്പോ എന്റെ കബറിടത്തിലേക്ക് വരണം, നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എടുത്തു വെക്ക്. മക്കൾക്ക് വേണ്ടി എടുത്തു വെച്ചതൊക്കെ മക്കൾ ഇവിടെ അടിപിടി കൂടാനും മക്കൾ അടിച്ചു പൊളിക്കാനും ഉപയോഗിക്കും. നിങ്ങൾ നാളെ മരിച്ച് കബറിൽ കിടക്കുമ്പോ ഒന്ന് സ്വതക ചെയ്യാൻ പറഞ്ഞവരെ അവരുടെ കല്ലുപോലെയുള്ള പാറ പോലെയുള്ള മനസ്സുകളൊന്ന് അരിഞ്ഞു പോകുമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. ഖബറിൽ കിടന്ന മുൻകർ നക്കീറിന്റെ ചോദ്യം കൊണ്ട് കഷ്ടപ്പെട്ടിട്ട് ജീവിതത്തിൽ ചെയ്ത തെറ്റുകൾ കാരണത്താൽ ഒന്ന് പൊറുതിമുട്ടുന്ന സമയത്ത് മക്കളുടെ ഒരു പ്രാർത്ഥന കിട്ടുമോ എന്ന് കാത്തിരുന്ന് ഖബറിൽ ഇങ്ങനെ ദാഹിക്കുമ്പോ ഒരു 10,000 രൂപ പോലും ഉപ്പാന്റെ ഖബറിടത്തിലേക്ക് കൊടുക്കാൻ ഈ മക്കൾ തയ്യാറാവൂല. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി എന്താണ് എടുത്തു വെച്ചത് എന്ന് ചിന്തിച്ചോളൂ എന്നാണ് അള്ളാഹു പറയുന്നത്. ആകെയുള്ളത് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത വീഡിയോകളാണ്, ടിക്ടോക്കിൽ പോസ്റ്റ് ചെയ്ത വീഡിയോകളാണ്, നമ്മൾ വെച്ച ഫോട്ടോകളാണ്. ഇത് മാത്രമേ നാളെ ഖബറിലെത്തുമ്പോ എന്റെ ഖബറിടത്തിലേക്ക് ഒരു ശിക്ഷയായി, എന്റെ ഖബറിടത്തിലേക്ക് ഒരു അപകടമായി കടന്നു വരാനുള്ളത് ഇത് മാത്രമാണെങ്കിൽ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, പ്രിയപ്പെട്ട ചെറുപ്പക്കാരികളെ, ഓരോ ആളുകൾ ഈ ഹറാമുകൾ കണ്ടുകൊണ്ടിരിക്കുമ്പോ ഖബറിൽ നിന്ന് മുൻകർ നക്കീറിന്റെ അടി ഒന്ന് കൂടുമെന്നല്ലാതെ ഈ വീഡിയോകൾ കൊണ്ടൊരു ഉപകാരം പോലും നിങ്ങൾക്കുണ്ടാവൂല. അതുകൊണ്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെ നമ്മൾക്ക് ഉപകാരമുള്ള വല്ലതും നമ്മൾ പോസ്റ്റ് ചെയ്യുക. ഉപകാരമുള്ളത് പോസ്റ്റ് ചെയ്ത് നല്ല ഉപകാരമാണ്. എന്തെങ്കിലും ഒരു വാദ് അല്ലെങ്കിൽ എന്തെങ്കിലും നല്ലൊരു ഉപദേശം, ഒരു ഹദീസ്, ഒരു ഖുർആൻ, ഇതൊക്കെ പോസ്റ്റ് ചെയ്താൽ ഖബറിൽ കിടക്കുമ്പോൾ ആരെങ്കിലും ഒരാൾ ഇതെടുത്ത് വായിച്ചാൽ നിങ്ങളുടെ ദറജ കൂടും. നേരെ മറിച്ച് ഇങ്ങനെ പാട്ടും പാടി ഡാൻസും കളിക്കുന്ന വീഡിയോ ഇട്ടാലോ, ഖബറിൽ കിടക്കുന്ന സമയത്ത് മുൻകർ നക്കീർ അടിക്കുമ്പോഴായിരിക്കും ഒരാൾ നിങ്ങൾ വീഡിയോ കാണാം ഇൻസ്റ്റാഗ്രാമിലുള്ള, അടിയൊന്ന് കൂടുന്നല്ലാതെ അതുകൊണ്ടൊരു ഉപകാരം ഉണ്ടാവില്ല. ആലോചിച്ചോളെ, എന്താ നാളേക്ക് വേണ്ടതെന്ന് ആലോചിച്ചോളെ. എന്നിട്ട് നാളേക്ക് വേണ്ടി എല്ലാവരും നല്ലതെടുത്തു വെക്കാൻ ശ്രമിക്കുക. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ഒരൊറ്റ ഹദീസും കൂടി പറഞ്ഞു നിർത്താം. അൽ ബിർറു, നന്മ എന്ന് പറയുന്നത് മാ സകനത് ഇലൈഹി നഫ്സു, നിങ്ങൾക്കത് ചെയ്താൽ സന്തോഷം കിട്ടണം. ചെയ്താൽ സന്തോഷം കിട്ടുന്നതാണ് നന്മ എന്ന് പറയുന്നത്. അൽ ബിർറു മാ സകനത് ഇലൈഹി നഫ്സു വതുമഅന്ന ഇലൈഹിൽ ഖൽബു.
ആ ചെയ്തപ്പോ നിങ്ങളുടെ കൽബിന് എന്തെന്നില്ലാത്ത ആശ്വാസം കിട്ടി. ഒരു കാര്യം, ഉദാഹരണം, സ്വതക കൊടുത്താൽ ശരീരത്തിന് സമാധാനം, നിങ്ങളുടെ ഹൃദയത്തിനും സമാധാനം കിട്ടി. 10,000 കൊടുത്തപ്പോ. നേരെ മറിച്ചൊരു വ്യഭിചരിച്ചു എന്ന് പറയാ, വ്യഭിചരിക്കുമ്പോൾ വ്യഭിചരിക്കുന്നത് വരെ ഭയങ്കര ആവേശത്തോടു കൂടി നമ്മൾ പോയാലും വ്യഭിചരിച്ചു കഴിഞ്ഞാൽ മാലം തസ്കുൻ ഇലൈഹിൻ നഫ്സു, മരണം വരെ ആ ഒരു വ്യഭിചാരം സമാധാനം തരൂല. ആ ഒരു വ്യഭിചാരം നമ്മളെ അലട്ടിക്കൊണ്ടേയിരിക്കും. എത്ര തോപ ചെയ്താലും എത്ര കാബയുടെ കില്ല പിടിച്ചു കരഞ്ഞാലും അള്ളാഹുക്ക് പുറത്തുനിന്നിട്ടുണ്ടാകും. എന്നാലും നമ്മൾക്ക് സമാധാനം കിട്ടൂല. ഒരു കുറ്റബോധം മരിക്കുന്നത് വരെ നമ്മെ വേട്ടയാടും. ഇതാണ് തെറ്റു എന്ന് പറയുന്നത്. വലിയ വ്യഭിചാരമൊക്കെ ചെയ്തിട്ട് നന്നാവാൻ ഒരാൾ തീരുമാനിച്ചു. കാബയുടെ അടുത്ത് പോയിട്ട് കില്ല പിടിച്ച് ദുആ ചെയ്ത് അല്ലാഹു തആല അയാളുടെ ജീവിതത്തിൽ വന്ന സർവ്വ പാപങ്ങളൊക്കെ പുറത്തു കൊടുത്തിട്ടുണ്ട്. അയാൾ അല്ലാഹു ഉന്നതമായ ദറജയൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിലും ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മരിക്കുന്നത് വരെ ജീവിതത്തിൽ ഒരു തവണ ചെയ്ത വ്യഭിചാരം എന്നുള്ള മഹാപാപം ഒരു വേട്ടയാടലായി തുടർന്നുകൊണ്ടേയിരിക്കും. അതാണ് വൽ ഇസ്മു മാലം തസ്കുൻ ഇലൈഹിൻ നഫ്സു വലം യത്മഇന്ന ഇലൈഹിൽ ഖൽബു. മനസ്സിന് സമാധാനം തരാത്ത, എപ്പോഴും അസ്വസ്ഥതയുണ്ടാക്കുന്ന, എപ്പോഴും സമാധാനം നഷ്ടപ്പെടുത്തുന്ന, എപ്പോഴും നമ്മുടെ ജീവിതത്തിലെ സ്വൈര്യം കെടുത്തുന്ന ഒരു കാര്യമാണ് തെറ്റ് എന്നുള്ളത്. അതുകൊണ്ട് തെറ്റിലേക്ക് അടുക്കാതെ സമാധാനം നൽകുന്ന, സന്തോഷം നൽകുന്ന സൽപ്രവർത്തനങ്ങൾ മാത്രമായി നമ്മൾ മുന്നേറുക.